മൈമെൻ്റ് RPSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് SI അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്കുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ഈ ഒരു പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ മെൻ്റൽ എബിലിറ്റി മാത്സിൻ്റെ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ അടുത്ത സംഖ്യ ഏതാണ്? 5, 6, 14, 45 തുടങ്ങിയ ഒരു 4 സംഖ്യ തന്നിട്ടുണ്ട്. അഞ്ചാമത്തെ ആൾ ആരാണ് എന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്പർ സീരീസ് വരുമ്പോൾ നമ്പർ സീരീസ് വന്നിട്ട് 2 തരത്തിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഇതുപോലെ ഒരാളെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ടേം തന്നിട്ട് അയാളെ കണ്ടുപിടിക്കാനായിട്ടും പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സംഖ്യകളെ തന്നിട്ട് അതിൽ ഒറ്റയാനാര് എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിസ്സിംഗ് നമ്പർ പൊതുവെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പ്രത്യേകിച്ച് ഒരു പാറ്റേൺ നോക്കുക. അതിൽ നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് പറയാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന സംഖ്യകൾക്ക് എന്തെങ്കിലും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് 2, 4, 6, 8 ഇങ്ങനെ പറഞ്ഞ സംഖ്യകൾ തന്നിരിക്കുമ്പോൾ നമുക്കറിയാം എത്ര വെച്ച് കൂടി പോയിരിക്കുന്നു, 2 വെച്ച് കൂടി പോയിരിക്കുന്നു. ഓക്കെ, ചില ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അല്ല എങ്കിൽ ചിലപ്പോൾ ആദ്യം ഒരു 2 കൂടാം, അതിനുശേഷം ഒരു 3 കൂടാം, അതിനുശേഷം ഒരു 5 കൂടാം, അങ്ങനെ കൂടിപ്പോകുന്ന സംഖ്യകളുണ്ട്. അതായത് പ്രൈം നമ്പറുകളാണ് 2, 3, 5 എന്ന് പറയുന്ന പ്രൈം നമ്പർ കൂടിപ്പോകുന്ന രീതിയിൽ വരാറുണ്ട്. അതല്ലെങ്കിൽ ഓഡ് നമ്പർ കൂടിപ്പോകുന്ന രീതിയിൽ, ഈവൻ നമ്പർ കൂടിപ്പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യകളുടെ സ്ക്വയറുകൾ കൂടിപ്പോകുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പാറ്റേൺസ് വരാറുണ്ട്. ഇങ്ങനെയുള്ള പാറ്റേൺ ഏതെങ്കിലും ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതില്ല എങ്കിൽ ഏതെങ്കിലും സംഖ്യകളുടെ സ്ക്വയറുകളായിട്ട് ഈ പറയുന്ന നമ്പറുകളെ എഴുതാമോ, അല്ലെങ്കിൽ സ്ക്വയറുകളോട് ഏതെങ്കിലും സംഖ്യകൾ കൂട്ടിയാൽ ഈ പറയുന്ന സംഖ്യ കിട്ടുമോ എന്നൊക്കെ നോക്കുക. ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യയുടെ മൾട്ടിപ്പിൾസിനോട് എത്രയെങ്കിലും കൂട്ടിയാൽ കിട്ടുമോ. പൊതുവെ ഇത്തരത്തിലുള്ള പാറ്റേൺ ആണ് കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത് പറഞ്ഞത് ഏതെങ്കിലും ഒരു കോമൺ നമ്പർ ആഡ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ആഡ് ചെയ്ത് പോകാം. ഓഡ് നമ്പറോ ഈവൻ നമ്പറോ അല്ലെങ്കിൽ പ്രൈം നമ്പറോ അങ്ങനെയുള്ള പാറ്റേൺസ് ആഡ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യകളുടെ സ്ക്വയറുകളായിരിക്കാം ഇൻക്രീസ് ആവുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറിൻ്റെ മൾട്ടിപ്പിളിനോട് ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്യുന്നതാവാം. നമുക്ക് ഈ ചോദ്യം നോക്കാം. 5, 6, 14, 45. അപ്പോൾ ആദ്യം നമുക്ക് ഡിഫറൻസ് നോക്കാം. ഇവിടെ എത്ര കൂടി? 1 കൂടി. അടുത്ത് എത്രയാണ് കൂടിയത്? 8 ആണ് കൂടിയത്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അടുത്ത് എത്ര കൂടിയെന്ന് നോക്കാം. 14 എത്രയായിട്ട് മാറി? 45 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എത്രയാണ് ഇൻക്രീസ് ആയത്? 31 ആണ് ഇൻക്രീസ് ആയത് അല്ലേ. 10, 30, 40, 45. അപ്പോൾ ഈ 1, 8, 31 ഇവർക്ക് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? ഈ 1 എന്ന് പറയുന്ന 1ൻ്റെ ക്യൂബാണ്, 8 എന്ന് പറയുന്ന 2ൻ്റെ ക്യൂബാണ്. പക്ഷേ ഇവിടെ 27 അല്ല. എങ്കിൽ നമുക്ക് സംഖ്യകളുടെ ക്യൂബുകൾ ആഡ് ചെയ്ത് പോയി എന്ന് പറയാം. ഞാനിപ്പോൾ ജനറലായിട്ട് പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടല്ല, ഇങ്ങനെയുള്ള പാറ്റേൺ എങ്ങനെയൊക്കെ വരാം എന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ ചോദ്യത്തിൽ 5, 6, 14, 45 5നോട് ഞാൻ 1 മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിനോട് 1 കൂട്ടുന്നു. ഓക്കെ, 5നോട് 1 മൾട്ടിപ്ലൈ ചെയ്തു, അതിനോട് 1 കൂട്ടി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 6 കിട്ടും ഇല്ലേ. ഈ 6നോട് ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം അതിനോട് 2 കൂട്ടി. സോ 6 × 2 12, 12നോട് 2 ചേർത്താൽ എനിക്ക് അടുത്ത സംഖ്യ എന്ത് കിട്ടും? 14 കിട്ടും. അടുത്തായിട്ട് 14നോട് എന്ത് ചെയ്യുക? ഇതേ സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ 5നോട് 1 മൾട്ടിപ്ലൈ ചെയ്തു, 1 കൂട്ടി. അടുത്ത് 2 മൾട്ടിപ്ലൈ ചെയ്തു, 2 കൂട്ടി. അപ്പോൾ അടുത്ത് എത്ര മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 3 മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൂട്ടുക. കൂട്ടുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. 14 × 3 എത്ര കിട്ടും? 42. 42നോട് 3 കൂട്ടിയാൽ 45 കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ പാറ്റേൺ എന്ന് എനിക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം. ഇനി 45നോട് എന്ത് ചെയ്യുക? 4 മൾട്ടിപ്ലൈ ചെയ്യുക, അതിനോട് 4 കൂട്ടുക. 45നോട് 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. 180നോട് 4 കൂട്ടുമ്പോൾ 184. അപ്പോൾ എൻ്റെ ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, 184. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. 5, 10, 26, 50 എക്സെട്ര. അത് കഴിഞ്ഞ് എക്സെട്ര അതിലൂടെ ഒരു ഡാഷ് ആണ്. അത് കഴിഞ്ഞ് 170. അതായത് ഇടയിലൊരു ടേം എന്താണ്? മിസ്സിംഗ് ആണ്. നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ 5, 10, 26, 50, 170. ഓക്കെ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നമ്പർ ഇൻക്രീസ് ആവുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. 5നോട് 5 കൂട്ടിയാൽ 10 കിട്ടും. അടുത്ത് 16 കൂട്ടിയാലാണ് 26 ആവുന്നത്. ഇവിടെ 5 ആണ് കൂടിയത്, ഇവിടെ 16 ആണ് കൂടിയത്. ഇവർ തമ്മിൽ കണക്ട് ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് ലിങ്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് വേറെ വഴികൾ ആലോചിക്കാം. നമുക്കിവിടെ ഈ പറയുന്ന സംഖ്യകളെ നോക്കിയേ. 5ൻ്റെ തൊട്ടടുത്തായിട്ട് 4 ഇല്ലേ. 4 എന്ന് പറയുന്ന 2ൻ്റെ സ്ക്വയറാണ്. 10ന് തൊട്ടടുത്ത് ആരുണ്ട്? 9 ഉണ്ട്. 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയറാണ്.
26-ന് തൊട്ടടുത്ത് 25 ഉണ്ട്, അത് 5-ന്റെ സ്ക്വയറാണ്. 50-ന് തൊട്ടടുത്ത് 49 ഉണ്ട്, അത് 7-ന്റെ സ്ക്വയറാണ്. അപ്പോൾ ഏതൊക്കെ സംഖ്യകളുടെ സ്ക്വയറുകളുടെ കൂടെ 1 കൂട്ടി എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ 5-ന് എനിക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ പ്ലസ് 1, 2-ന്റെ സ്ക്വയർ 4, 4-നോടൊന്ന് ചേർത്താൽ 5 ആയി. അടുത്ത 10-നെ എങ്ങനെ എഴുതാം? 3 സ്ക്വയർ പ്ലസ് 1, 3-ന്റെ സ്ക്വയർ 9, 9-നോടൊന്ന് ചേർത്താൽ 10 ആയി. 26-നെയോ 5 സ്ക്വയർ പ്ലസ് 1, 25-നോടൊന്ന് ചേർത്താൽ. അടുത്ത 7 സ്ക്വയർ പ്ലസ് 1. അടുത്തിവിടെ അടുത്ത സംഖ്യ വേണം. ഞാൻ ആദ്യം പാറ്റേൺ നോക്കി. 2, 3, 5, 7. ഇതിപ്പോൾ എന്ത് സംഖ്യകളാണ്? പ്രൈം നമ്പറുകളാണ് അല്ലേ? 2, 3, 5, 7. അടുത്ത പ്രൈം നമ്പർ ആരാണ്? 11 ആണ്. സോ 11-ന്റെ സ്ക്വയറിനോട് എന്ത് കൂട്ടണം? 1 കൂട്ടണം. 11-ന്റെ സ്ക്വയർ 121, അതിനോട് 1 ചേർത്താൽ 122. 122 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇനി നമുക്ക് ഈ പാറ്റേൺ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. 170-ന് എങ്ങനെ എഴുതാം? 11 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ആരാണ്? 13 ആണ്. 13-ന്റെ സ്ക്വയറിനോട് 1 കൂട്ടാം. 13-ന്റെ സ്ക്വയർ 169, അതിനോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 170 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇത് കുറച്ച് ഒക്കെ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന പാറ്റേൺസ് ആണ്. ഡിഗ്രി ലെവൽ പരീക്ഷകളായതുകൊണ്ട് തന്നെ പാറ്റേൺ ചോദിക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ അവർ ചോദ്യങ്ങൾ തരത്തില്ല. അപ്പോൾ അത് സ്ക്വയറുകൾക്ക് എന്ത് ചെയ്യുക? കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സ്ക്വയറുകൾക്കും പ്രൈം നമ്പറുകൾക്കും. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യയിൽ തെറ്റായ നമ്പർ കണ്ടെത്തുക. നമുക്ക് ഒരു ശ്രേണിയിൽ തന്നെ ഓരോ ആൾക്കാർ ചെയ്യുമ്പോൾ ഓരോ പാറ്റേൺ ആയിരിക്കും കിട്ടുന്നത്. അത് പല പാറ്റേണിൽ നമുക്ക് ഉത്തരം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് എന്താണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പാറ്റേൺ അതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു 2-3 പേർക്കെങ്കിലും അത് ശരിയാവുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും അതിൻ്റെ പാറ്റേൺ. ഓക്കെ, നമുക്ക് മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും കോമൺ പാറ്റേൺ ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഒരു പാറ്റേൺ. അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക. ഏതെങ്കിലും ഒരു എലമെൻറ്റ് തെറ്റായിരിക്കും, അതൊക്കെ അയാളാണ് മിസ്സിങ് തെറ്റായിട്ടുള്ള ടേം. നമുക്ക് ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ ഇവിടെ 3, 10, 31, 90, 283 ഇത്രയും സംഖ്യകൾ തന്നിട്ടുണ്ട്. നോക്കിയേ, 3 എങ്ങനെ 10 ആയി എന്ന് നോക്കാം. 3-ന്റെ 3 ഇരട്ടി എടുത്തു ഞാൻ, അതായത് 3 × 3 ചെയ്തു. എത്ര കിട്ടും? 9 കിട്ടും. അതിനോട് 1 കൂട്ടിയാൽ എത്രയാവും? 10 ആവും ഇല്ലേ? അപ്പോൾ × 3 ചെയ്തു, +1 ചെയ്തു. ഇത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 10-നെ × 3 ചെയ്തു, എത്രയാവും? 30 ആവും. +1 ചേർത്താൽ എത്ര കിട്ടും? 31 കിട്ടും. അപ്പോൾ ആദ്യത്തെ 2 എലമെൻറ്റിന് സെയിം പാറ്റേൺ എനിക്കുണ്ട്. ഉണ്ടെങ്കിൽ ഇതിൻ്റെ പാറ്റേൺ എന്ത് തന്നെയായിരിക്കും? തന്നയ്ക്കുന്ന സംഖ്യ × 3 +1 ചെയ്യുക, അത് തന്നെയാണ് പാറ്റേൺ. സോ 31-നെ × 3 ചെയ്യുക, × 3 ചെയ്ത് അതിനോട് 1 കൂട്ടുക. 31 × 3 93, 93-നോട് 1 ചേർക്കുമ്പോൾ 94 എന്ന് കിട്ടണം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 90 ആണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പദം ആരാണ്? 90 ആണ്. ഇനി ഈ പാറ്റേൺ ഇവിടെ 94 ആയിരുന്നെങ്കിൽ ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. 94-നെ എഗെയിൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1 കൂട്ടുക. 94 × 3 എത്ര കിട്ടും? 282 +1 എത്ര കിട്ടും? 283. ഓക്കെ, അപ്പോൾ ഇവിടെ 90 എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള പദം. ഇതിനകത്ത് ചിലപ്പോൾ ഇപ്പോൾ ആദ്യം തന്നയ്ക്കുന്ന ആളൊക്കെ ആയിരിക്കാം തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അതനുസരിച്ച് ചെയ്യുക. ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ പാറ്റേൺ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് 3 എങ്ങനെ 10 ആയി, 10 എങ്ങനെ 31 ആയി, അങ്ങനെ തന്നെ ചിന്തിക്കണമെന്നില്ല. അങ്ങനെ ആദ്യം ചിന്തിക്കുമ്പോൾ പെട്ടെന്നൊരു ഐഡിയ കത്തുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? പിന്നിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരിക. 283 എങ്ങനെ 90 ആകാം, 90 എങ്ങനെ 31 ആകാം, അങ്ങനെ ചിന്തിക്കുമ്പോഴും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാം. ഓക്കെ, അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ അടുത്ത പദം ഏത്? 14, 34, 133, 352 ഡാഷ്. ഓക്കെ, അപ്പോൾ ഈ 14 എങ്ങനെ 34 ആയി? 14-നോട് 20 കൂട്ടിയാൽ 34 കിട്ടും. അപ്പോൾ 20 കൂടിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 99 കൂടിയത് അല്ലേ? ഇനി ഈ സീരീസുകൾ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു കാര്യം കൂടി പറയാം, വേറൊരു ട്രിക്ക് പോലെ. അതായത് തന്നയ്ക്കുന്ന സീരീസിന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ചെറിയ നമ്പർ ഇപ്പോൾ ഉദാഹരണത്തിന് 2 കഴിഞ്ഞ് 5 ആയി, 5 കഴിഞ്ഞ് 8 ആയി, ഇങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നതെങ്കിൽ ഇവിടെ വലിയ ഇൻക്രീസ് ഒന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. എങ്കിൽ എല്ലായ്പ്പോഴും അഡിഷൻ ആയിരിക്കും സംഭവിച്ചത്. ഓക്കെ, അതായത് സാധാരണ നമ്പർ വെച്ചുള്ള അഡിഷൻ. പക്ഷേ 14 34 ആയി, 34 100 ആയി, അത് കഴിഞ്ഞ് 300 ആയി, അത് കഴിഞ്ഞ് പിന്നെയും ഏതോ ഒരു ഡാഷിൽ ഫില്ല് ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 700-ഉം 1000-ഉം ഒക്കെയാണ് ഓപ്ഷനിലുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇൻക്രീസ് ആയി പോവുകയാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും ഒന്നുകിൽ എന്തെങ്കിലും സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യയുടെ സ്ക്വയറോ ക്യൂബോ, കൂടുതൽ സാഹചര്യങ്ങളിലും ക്യൂബായിരിക്കും. ക്യൂബ് എന്ത് ചെയ്യുന്നതാവാം? ആഡ് ചെയ്യുന്നതാവാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് കുറച്ചൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? സോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണെങ്കിൽ ഒരു നമ്പർ ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ,
പക്ഷേ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതെന്തായിരിക്കാം, ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഏതെങ്കിലും സംഖ്യകളുടെ ക്യൂബുകളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വരുന്ന എന്തെങ്കിലും ആയിരിക്കാം. നമുക്കിവിടെ 14നെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 34 ആക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 14ന് മൾട്ടിപ്പിൾ അല്ല 34. അപ്പോൾ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഇവിടെ നമുക്ക് മാറ്റി നിർത്താം. അതിനുശേഷം ചെക്ക് ചെയ്യാനുള്ളത് ക്യൂബുകളുമായിട്ട് ബന്ധപ്പെട്ട രീതി. നമുക്ക് 14 എന്ന് പറയുന്ന സംഖ്യയെ എങ്ങനെ എഴുതാം? 14നെ 2ൻ്റെ ക്യൂബ് എടുത്താൽ എത്രയാണ്? 8. 8നോട് എത്ര കൂട്ടിയാൽ 14 കിട്ടും? 8നോട് 6 കൂട്ടിയാൽ 14 കിട്ടും. ഞാൻ തൽക്കാലം എഴുതി നോക്കുന്നു. 14നെ എങ്ങനെ എഴുതാം? 2ൻ്റെ ക്യൂബ് 8, 8 + 6 14. അടുത്ത് 34 തൊട്ട് താഴെ 2 3ൻ്റെ ക്യൂബ് ഉണ്ട്. 3ൻ്റെ ക്യൂബ് 27. 27നോട് 7 കൂട്ടിയാൽ എന്ത് കിട്ടും? 34 കിട്ടും. അടുത്തതും കൂടെ നോക്കാം. അടുത്തായിട്ട് 4ൻ്റെ ക്യൂബ് എടുത്താൽ 64 ആവത്തുള്ളൂ. 64നോട് ഇവിടെ 6 കൂട്ടി 7 കൂട്ടി അപ്പോൾ അടുത്ത ആരായിരിക്കും? 8 ആയിരിക്കും. 8 കൂട്ടിയാൽ എന്തായാലും 131 വരത്തില്ല. അപ്പോൾ അടുത്ത സംഖ്യ നോക്കാം. 5ൻ്റെ ക്യൂബ് 125. അതിനോട് ഈ പറയുന്ന 8 കൂട്ടിയാൽ 125നോട് 8 കൂട്ടിയാൽ എത്ര കിട്ടും? 133 കിട്ടും. അപ്പോൾ അടുത്ത സംഖ്യ ഏതാണ്? 5ൻ്റെ ക്യൂബ് + 8. ഇനി നോക്കിയേ, 2, 3, 5 എന്ത് സംഖ്യകളാണ്? പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ ക്യൂബുകളോട് 6, 7, 8 ഇങ്ങനെ ഓർഡറിൽ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ സീക്വൻസ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഏത് വരണം? അപ്പോൾ 7 വരണം. 7ൻ്റെ ക്യൂബ് + 8 കഴിഞ്ഞാൽ അടുത്ത ആരാണ്? 9. ശരി തന്നെയാണോ നോക്കാം. 7ൻ്റെ ക്യൂബ് 343, അതിനോട് 9 ചേർത്താൽ 352. ശരിയല്ലേ? അപ്പോൾ അടുത്ത ആര് വരും? 2, 3, 5, 7 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ 11. 11ൻ്റെ ക്യൂബിനോട് 10 കൂട്ടുക. 11ൻ്റെ ക്യൂബ് 1331. അതിനോട് 10 കൂട്ടിയാൽ എത്രയാണ്? 1341. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമോ എന്ന് ചിന്തിക്കേണ്ട. ഇങ്ങനെയൊക്കെയാണ് ഡിഗ്രിക്ക് എന്ത് ചെയ്യുന്നത്? ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊക്കെ എന്തോ പ്രയാസമുള്ളതായിട്ട് തോന്നും. പക്ഷേ ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. മാത്സ് ചെയ്യുന്നത് പോലെ അത്രയും പ്രയാസമില്ല ശരിക്കും പറഞ്ഞാൽ റീസണിങ് ചെയ്യാനായിട്ട്. ഒരു അല്പം ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്ത ചോദ്യം നോക്കിയേ. ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കാണുക. Z1A, X2D, V6G അങ്ങനെ കുറച്ച് പാറ്റേൺ വന്നിട്ടുണ്ട്. അടുത്തയാൾ ആര്? ഇത് തരുമ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് നമ്പറും ലെറ്ററും കൂടെ മിക്സ് ചെയ്ത് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒന്നുകിൽ ചിലതിലൊക്കെ നമ്പർ എടുത്ത് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് ലെറ്റർ എടുത്തും ചെയ്യാം. ഏതിനാണോ നമുക്ക് പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് അവരെ എടുത്ത് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 1, 4, 9, 16, 25 അങ്ങനെയാണ് സംഖ്യകൾ തന്നിരുന്നതെങ്കിൽ, ഓക്കെ, 1, 4, 9, 16, 25 ഇങ്ങനെയൊക്കെയാണ് ഇടയിലെ സംഖ്യകൾ തന്നിരുന്നതെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ പാറ്റേൺ ആണ് ഇടയിൽ കിടക്കുന്ന നമ്പർ. അപ്പോൾ ആ സ്ക്വയറുകളുടെ പാറ്റേൺ ഇതിൽ ഏതിലുണ്ടെന്ന് നോക്കുക. അത് നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കാം. നമുക്കിങ്ങനെ എല്ലാവരെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഓപ്ഷൻ ഒന്നേ ഉള്ളൂവെങ്കിൽ അവിടെ വെച്ച് ടിക്ക് ചെയ്യാം. അല്ലാതെ എല്ലാവരെയും വെരിഫൈ ചെയ്യേണ്ട. നമുക്കിവിടെ നോക്കാം. 1 എന്തായി? 2 ആയി, 2 6 ആയി, 6 21 ആയി. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നമ്പറുകളെ അങ്ങ് മാറ്റാം. നമുക്ക് ലെറ്റർ നോക്കാം. ZX ആയി, XV ആയി, VT ആയി, TR ആയി. എത്ര വെച്ച് കുറയുന്നു? കൃത്യം 2 വെച്ച് കുറയുന്നു ഇല്ലേ? P, Q ഇല്ല, R ഉണ്ട്, S ഇല്ല, T ഉണ്ട്, U ഇല്ല, V ഉണ്ട്. അപ്പോൾ ഇടയിലുള്ള ഓരോ ലെറ്റർ സ്കിപ്പ് ചെയ്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയേക്കുന്നത്. കൂട്ടി അപ്പോൾ തിരിച്ച് വരുമ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ Pക്ക് തൊട്ട് പിറകിൽ ആരുണ്ട്? O ഉണ്ട്. അതിൻ്റെ പിറകിൽ ആരുണ്ട്? N ഉണ്ട് ഇല്ലേ? MNOP അല്ലേ? Pക്ക് ഒരാൾ സ്കിപ്പ് ചെയ്താലടുത്ത് ആരാണ് വരുന്നത്? N ആണ് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്തായിരിക്കും? N ആണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ T ആണ്. B ക്യാൻസൽ ചെയ്യാം. ഇവിടെയും T ആണ്. Dയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട് N ഉള്ളത്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ലെറ്റർ നോക്കാം. A എന്നുള്ളത് D ആയി, B, C, D. അത് കഴിഞ്ഞ് EFG, HIJ, KLM, NOP. ഇടയിലുള്ള 2 പേരെ വെച്ച് സ്കിപ്പ് ചെയ്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ PQR അടുത്ത് എന്ത് വരും? S വരും. അപ്പോൾ തുടക്കത്തിൽ Nഉം അവസാനം S ഉള്ള ആര് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇടയിലുള്ള നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റണമെന്നില്ല. ഓക്കെ, ആ നമ്പറിൻ്റെ റിലേഷൻ ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്നുള്ള ആരെങ്കിലും എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് നോക്കുക. അത് വെച്ചിട്ടുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നത് CHR, BHO, KHMD. ഓക്കെ, ഈ കോഡിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എഴുതുന്നത്? ഇങ്ങനൊരു കോഡ് തരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലുള്ള സംഖ്യകളുടെ ലെറ്ററുകളുടെ എണ്ണവും ഇതിലുള്ള ലെറ്ററുകളുടെ എണ്ണവും സെയിം ആണോ നോക്കുക. 3, 6, 9, 10 എണ്ണം
3, 6, 9, 10 എണ്ണം. ഓക്കെ, സെയിം നമ്പർ ആണ്. ഇവിടെ 10 ലെറ്റർ ഉണ്ട്, അവിടെയും 10 ലെറ്റർ ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കാനുള്ളത് ഇതിലുള്ള എല്ലാ അക്ഷരങ്ങളും അതിലുണ്ടോ. ഓക്കെ, ചില ചോദ്യങ്ങൾ റീഅറേഞ്ച്മെൻറ്റിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ പെൻ എന്ന് പറയുന്നതിനെ ചിലപ്പോൾ അവർ കോഡ് ചെയ്തിരിക്കുന്നത് NPE എന്നായിരിക്കും. അപ്പോൾ ഇതിൽ 3 അക്ഷരം, ഇതിൽ 3 അക്ഷരം. ഇതിലുള്ള എല്ലാ ലെറ്ററും ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. എങ്ങനെ കോഡ് ചെയ്തു? ലാസ്റ്റ് ലെറ്ററിനെ ഫസ്റ്റ് എഴുതി, ബാക്കിയുള്ളവരെ അതുപോലെ എഴുതി. ഓക്കെ, അപ്പോൾ അങ്ങനെയും കോഡിങ് വരാറുണ്ട്. അതുകൊണ്ട് ആദ്യം അതൊക്കെ ഒന്ന് നോക്കുക. ഇതിലുള്ള എല്ലാ ലെറ്ററും അതിലുണ്ടോ? എല്ലാ ലെറ്ററും ഒന്നും ഇല്ല. അവിടെ നമുക്ക് കാണുമ്പോൾ പറയും ഇവിടെ H ഉണ്ട്, ഇവിടെ H ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാ ലെറ്ററും അതിലില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒരു 1 കൂട്ടിയോ അല്ലെങ്കിൽ 2 കൂട്ടിയോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ലെറ്ററുകളായിരിക്കാം ആ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് എഴുതി. അടുത്തായി തന്നിരിക്കുന്നത് CHRBHOKHMD. ഓക്കെ, സി കഴിഞ്ഞ് തൊട്ടടുത്ത അക്ഷരമാണ് ഡി. അപ്പോൾ സിയോട് 1 കൂട്ടിയാൽ ഡി കിട്ടും. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കോഡ് ചെയ്തത്, സോ -1 ഇവിടെ ചെയ്തത്. ഹെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണ് ഐ. ഇവിടെയും ഹെച്ചിന് ഐ ആക്കി, ഇവിടെയും ഹെച്ചിന് ഐ ആക്കി ഇല്ലേ. അപ്പോൾ തൊട്ട് പിറകിലോട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലായിടത്തും എന്താണ്? -1 സംഭവിച്ചേക്കുന്നത്. നമുക്ക് വെരിഫൈ ചെയ്യേണ്ട ഏതെങ്കിലും ഒരാളെ കൂടെ നോക്കാം. 6 കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്ററാണ് ആര്? എസ് ഇല്ലേ, PQRS. സോ എസിന് തൊട്ട് പിറകിലാണ് ആര്? SR വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന വാക്കിലെ ഓരോ ലെറ്ററുകളെയും തൊട്ട് പിന്നിലുള്ള ലെറ്റർ ആക്കിയാൽ ആരെ കിട്ടും? നമ്മുടെ കോഡ് കിട്ടും. അങ്ങനെയെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ തൊട്ട് പിറകിലേക്കുള്ള ലെറ്ററാക്കി മാറ്റാം. ഈയുടെ തൊട്ട് പിറകിൽ ആരാണ്? ഡി ഇല്ലേ. അപ്പോൾ ഡി ഉള്ള ഓപ്ഷൻസ് നമുക്ക് ബിയും എയും ക്യാൻസൽ ചെയ്ത് കളയാം. തുടക്കം ഡി അല്ല. അടുത്ത ഡിക്ക് തൊട്ട് മുമ്പിൽ ആരാണ്? സി ആണ്. യു, ടി കഴിഞ്ഞാണ് യു വരുന്നത്, ബി കഴിഞ്ഞാണ് സി വരുന്നത്. അതുപോലെ ഇവിടെ എ കിടക്കുന്നു. എക്ക് തൊട്ട് മുമ്പിൽ ആരാണ്? എക്ക് തൊട്ട് മുമ്പിൽ ആരുമില്ല എന്ന് പറയുമ്പോൾ പാറ്റേൺ ബാക്കിൽ നിന്ന് വീണ്ടും 1 വരും. അപ്പോൾ എക്ക് പിറകിലുള്ളത് ആരാണ്? ഇസഡ് ആണ്. ഇസഡ് കഴിഞ്ഞ് എ ഇങ്ങനെ സൈക്കിളിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എടുക്കുക. സോ DCTBZ ഈ പാറ്റേൺ വരുന്ന ആരുണ്ട്? ഓപ്ഷൻ സി, DCTBZ. നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം നോക്കാം. ഇത് ഞാൻ 3-4 പേരെ എഴുതിയതിന് റീസൺ ഈ DCTB എന്ന് പറയുന്നത് 2 ഓപ്ഷനിലും കോമൺ ആണ് ഇല്ലേ. DCTB 2 പേരിലും കോമൺ ആണ്. ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഇസഡ് മുതൽ അങ്ങോട്ടാണ്. ഇവിടെ ബി വന്നു, അവിടെ ഇസഡ് വന്നു. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാം. അവിടെയും നമുക്ക് സമയം ഇങ്ങനെയാണ്. റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസിൽ സമയം സേവ് ചെയ്യാനുള്ള രീതി അതാണ്. നമ്മൾ ഓപ്ഷനിൽ എപ്പോഴും ചെക്ക് ചെയ്ത് പോകും. അല്ലാതെ ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ ഓപ്ഷൻ നോക്കൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ മൈൻഡിൽ ഉണ്ടായിരിക്കുക. നമുക്ക് ഇടയിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് കിട്ടുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ബാക്കി 4 ലെറ്റർ കോഡ് ചെയ്യുന്ന ടൈം നമുക്ക് അവിടെ കുറഞ്ഞു കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. കേരള എന്നതിനെ കേരള OIVEPE. ഓക്കെ, കേരള എന്നതിനെ OIVEPE എന്ന് പറഞ്ഞ് കോഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഒറീസയെ എങ്ങനെ കോഡ് ചെയ്യും? എത്ര ലെറ്റർ ഉണ്ട്? 6 ലെറ്റർ ഉണ്ട്. രണ്ടാമത്തിൽ 6 ലെറ്റർ ഉണ്ട്. അവിടെ തന്നിരിക്കുന്ന എല്ലാ ലെറ്ററും ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും വേറെന്തോ കോഡാണ്. കെ കഴിഞ്ഞ് എത്രാമത്തെ ലെറ്ററാണ്? O. KLMNO ഇല്ലേ. കെ കഴിഞ്ഞ് 4ാമത്തെ അക്ഷരമാണ് O. അപ്പോൾ 4 കൂട്ടി. അത് കഴിഞ്ഞ് ഇ കഴിഞ്ഞ് ABCDEFGHI അവിടെയും 4ാമത്തെ അക്ഷരമാണ്, +4. സോ വേറെ എവിടെയെങ്കിലും ഒരിടത്തും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. എ കഴിഞ്ഞിട്ട് BCDE അവിടെയും 4ാമത്തെ അക്ഷരമാണ്. അപ്പോൾ എല്ലാ ലെറ്ററിനെയും 4 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഡ് എങ്ങനെയായിരിക്കും? തന്നിരിക്കുന്ന ലെറ്ററുകളെ 4 കൂട്ടി എഴുതുക. OPQRS. O കഴിഞ്ഞ് 4 ലെറ്റർ കൂട്ടുമ്പോൾ S കിട്ടും. 6 കഴിഞ്ഞാൽ STUV. S കഴിഞ്ഞ് V ആയിരിക്കും. സോ SV ഉള്ള ഓപ്ഷൻസ് അത് 2 എണ്ണം ഉണ്ട്. സോ നമ്മൾ ബാക്കിയുള്ളതിനെ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. 2 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇവിടെയും SV, ഇവിടെയും SV. പക്ഷേ 3ാമത്തെ ലെറ്റർ നോക്കിയേ, ഇവിടെ W ആണ്, ഇവിടെ M ആണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യേണ്ട ഒരാളെയും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി. I കഴിഞ്ഞ് 4 ലെറ്റർ കഴിഞ്ഞാൽ IJKLM. 4ാമത്തെ ലെറ്റർ M ആണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമ്മൾ ബാക്കിയുള്ളവരെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഓൾറെഡി തെറ്റാണെന്ന് നമുക്ക് കിട്ടി. ഇവിടെ MA വരത്തുള്ളൂ, W വരത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യം. റൈഡ് എന്നത് 36ആയും ഡെസ്ക് എന്നത് 39ആയും കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്കിൻ്റെ കോഡ് എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ 2 ചോദ്യങ്ങൾ ചെയ്ത് ലെറ്റർ സീരീസിനെ ലെറ്റർ സീരീസ് ആക്കി കോഡ് ചെയ്യുന്നു.
ഇവിടെ ലെറ്ററിനെ നമ്പറാക്കി കോഡ് ചെയ്യുന്നു. ഈ ചോദ്യങ്ങൾ രണ്ട് തരത്തിലുണ്ട്. നമുക്ക് ഈ ചോദ്യം അടുത്ത ചോദ്യമായിട്ട് രണ്ട് മോഡലും നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഓരോ ആൽഫബറ്റിനും അതിന് കണക്റ്റീവായിട്ട് അതിന് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ലെറ്റർ കൊടുക്കുക. അത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ ഇങ്ങനെ തിരിച്ച് തന്നെ എഴുതാം. ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. ഓക്കെ, സോ എ മുതൽ എം വരെ ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക, എൻ മുതൽ ഇസഡ് വരെ തിരിച്ച് 13 ലെറ്റർ വെച്ച് 2 റോ ആക്കി എഴുതിയതാണ്. അത് അങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. അടുത്ത് 1 2 3 4 കൗണ്ടിങ് സാധാ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലെറ്ററുകളെ 13 പേരെ അങ്ങോട്ടും 13 പേരെ ഇങ്ങോട്ടാക്കി എഴുതുക. അതിനുശേഷം നമ്പർ ഓർഡറിൽ കൊടുക്കുക. ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ബെനിഫിറ്റ്, നമുക്ക് എ എന്ന് പറയുന്ന ലെറ്റർ അത് മുന്നിൽ നിന്ന് എത്രാമത്തെ ആളാണ്? 1ാമത്തെ ആളാണ്. പിന്നിൽ നിന്നാണെങ്കിൽ എത്രാമത്തെ ആളാണ്? 26ാമത്തെ ആളാണ്. രണ്ടും അതിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ രണ്ടിൽ ഏത് വേണോ അവർ യൂസ് ചെയ്യാം. അപ്പോൾ ജി എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് 7ാമത്തതാണ്, പിന്നിൽ നിന്ന് എത്രാമത്തെ ആളാണ്? 20ാമത്തെ ആളാണ്. ഇനി 6 ആണെങ്കിലോ മുന്നിൽ നിന്ന് വരുമ്പോൾ 18ഉം പിന്നിൽ നിന്ന് വരുമ്പോൾ 9ഉം. അതായത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ എഴുതിക്കുന്ന നമ്പർ നോക്കുക. അത് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത് ഇ എന്ന് പറയുന്ന ആളുടെ ഓപ്പോസിറ്റ് ലെറ്ററാണ് ആര്? വി. ജെയുടെ ഓപ്പോസിറ്റ് ലെറ്ററാണ് ക്യൂ. അങ്ങനെയും ചില കോഡിങ് വരാം. ഓക്കെ, അപ്പോൾ കോഡിങ്ങിനകത്ത് ലെറ്ററുകൾ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് നോക്കാം. ആദ്യം റൈഡ് എന്നതിനെ 36ആയിട്ടാണ് കോഡ് ചെയ്തത്. അപ്പോൾ 6 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ റൈഡ്. 6 എന്ന് പറയുന്നതിൻ്റെ കോഡ് എത്രയാണ്? 18 അല്ലേ? അപ്പോൾ 18. അടുത്ത് ഐയുടെ കോഡ് എത്രയാണ്? ഐക്ക് 9 ആണ്. അടുത്ത് ഡി 4 ഇ 5. സോ 4 5 9. അപ്പോൾ 9 9 18 18 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 36 കിട്ടും. അതല്ലേ നമ്മൾ കോഡായിട്ട് തന്നേക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, തന്നിരിക്കുന്ന ലെറ്ററുകളുടെ പൊസിഷൻ എടുത്തു ആഡ് ചെയ്തു. അത് നമുക്ക് കൺഫേം ചെയ്യാൻ അടുത്തതിലും കൂടി നോക്കി നോക്കാം. ഡി എത്രയാണ്? 4 ഇ എത്രയാണ്? 5. 4 5. എസിൻ്റെ വാല്യൂ എത്രയാണ്? 19. കെയുടെ വാല്യൂ 11. 10 20 30 39 എന്ന് കിട്ടും. ഓക്കെ, സോ 39 തന്നെ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ കോഡ്. അപ്പോൾ റിസ്കിൻ്റെ കോഡ് നമുക്ക് എങ്ങനെ എടുക്കാം? 6ൻ്റെ വാല്യൂ 18, ഐയുടെ വാല്യൂ 9, എസിൻ്റെ വാല്യൂ 19, കെയുടെ വാല്യൂ 11. 10 20 30 40 50 57. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. റിസ്ക് എന്ന് പറയുന്നതിൻ്റെ കോഡ് എത്രയാണ്? 57 ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. ഈ ലെറ്റർ സീരീസും അതുപോലെ തന്നെ മിസ്സിംഗ് നമ്പർ അതുപോലുള്ള 2 ചോദ്യങ്ങളൊക്കെ അതായത് ഒരു ഷിഫ്റ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയുള്ള 2 ചോദ്യങ്ങൾ 2 to 4 ചോദ്യങ്ങൾ വരെയൊക്കെ ഒരു ചോദ്യ പേപ്പറിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത ടൈപ്പ് റെഡ് ഈക്വൽ ടു 12, ബ്ലൂ ഈക്വൽ ടു 20, വയലറ്റ് ഈക്വൽ ടു 42. ഇവിടെ ഞാൻ ഈ ചോദ്യത്തിൽ ഒരു അഡീഷണൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മലയാളം ചോദ്യവും കാണും, ഇംഗ്ലീഷ് ചോദ്യവും കാണും ഇല്ലേ? അതായത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കാണും, അതിനോടൊപ്പം തന്നെ മലയാളം ട്രാൻസ്ലേഷനും കാണും. ഈ ചോദ്യത്തിന് മലയാളം ക്വസ്റ്റ്യനിൽ റെഡിന് ചുവപ്പ് ഈക്വൽ ടു 12, ചുവപ്പ് എന്ന് പറയുന്നത് 12, നീല എന്ന് പറയുന്നത് 20, വയലറ്റ് എന്ന് പറയുന്നത് 42 എന്നാണ് മലയാളം ചോദ്യത്തിൽ എഴുതിയിരുന്നത്. ഓക്കെ, കാണുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ സെയിം ട്രാൻസ്ലേഷൻ. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഒരിക്കലും എന്ത് കിട്ടില്ല? ഉത്തരം കിട്ടില്ല. അപ്പോൾ റീസണിങ് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ മലയാളത്തിൽ വായിച്ച് എഴുതാം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ മലയാളം വായിച്ച് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ റീസണിങ് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ വായിച്ച് ചെയ്യുക. ഓക്കെ, മലയാളം ക്വസ്റ്റ്യനിലേക്ക് പോവാതിരിക്കുക. ഇങ്ങനെയുള്ള ഇതിൻ്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ചുവപ്പെന്ന് എഴുതി കഴിഞ്ഞാൽ ഉത്തരം കിട്ടത്തില്ല. എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? പൊസിഷൻ വാല്യൂസിനെ ആഡ് ചെയ്ത് നോക്കുക. ആർ ഇ ഡി, ആറിൻ്റെയും ഇയുടെയും ഡിയുടെയും ഒക്കെ പൊസിഷൻ എടുത്ത് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കുക. നമുക്കറിയാം 6 എന്ന് പറയുന്ന വാല്യൂ തന്നെ എന്തായാലും 13നേക്കാളും കൂടിയ നമ്പറാണ്. 13നേക്കാളും കൂടിയ പൊസിഷൻ വാല്യൂകളാണ്. കഴിഞ്ഞ ചോദ്യം നമ്മൾ ചെയ്തു. അപ്പോൾ അതിനോടൊപ്പം ഇയും ഡിയും ഡിയുടെ 4ഉം ഇയുടെ 5 കൂടെ കൂട്ടുമ്പോൾ എന്തായാലും 12 കിട്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ വേറൊരു പാറ്റേണാണ് യൂസ് ചെയ്തേക്കുന്നത്. തന്നേക്കുന്നതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, റെഡിൽ എത്ര ലെറ്റർ ഉണ്ട്? 3 ലെറ്റർ ഉണ്ട്. സോ 3നെ തൊട്ടടുത്ത നമ്പറായ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 കിട്ടും. ഓക്കെ, അടുത്തായിട്ട് ബ്ലൂ നമുക്ക് കോഡ് ചെയ്യാം. അതിനു മുമ്പ് നോക്കാം. 1 2 3 4 ലെറ്റേഴ്സ് ഉണ്ട്.
സോ 4 എഴുതി. 4ൻ്റെ തൊട്ടടുത്ത സംഖ്യ എത്രയാണ്? 5. 4 × 5 20. അതല്ലേ ഇവിടെ കോഡ് തന്നേക്കുന്നത്. അടുത്ത വയലറ്റ് എടുക്കാം. 1 2 3 4 5 6. 6 ലെറ്റേഴ്സ് ഉണ്ട്. 6നെ തൊട്ടടുത്ത നമ്പറായി 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 42 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ കോഡ് പോയേക്കുന്നത് ഈ പറയുന്ന ലെറ്ററുകളുടെ പൊസിഷൻ അല്ല എടുത്തേക്കുന്നത്, ലെറ്ററുകളുടെ എണ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ തന്നാൽ, മലയാളത്തിൽ തന്നു കഴിഞ്ഞാൽ എന്ത് പറ്റത്തില്ല? ലെറ്ററുകളുടെ എണ്ണം ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന സീരീസുകൾ റീസണിങ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് തന്നെ പ്രിഫർ ചെയ്യുക? ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തന്നെ പ്രിഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള, ഇവിടെ നമ്മുടെ ആൻസർ എത്ര വരും? മജന്തയുടെ കോഡ് എത്ര എന്നാണ് ചോദ്യം. 1 2 3 4 5 6 7. 7 ലെറ്റേഴ്സ് ഉണ്ട്. സോ 7 ഇൻറ്റു തൊട്ടടുത്ത നമ്പറായി 8. 7 × 8 56. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ. അപ്പോൾ ലെറ്റർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് 2 തരത്തിൽ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് തന്നേക്കുന്ന ലെറ്ററിനെ അതിൻ്റെ പൊസിഷൻ വാല്യൂ ആയിട്ട് എടുത്ത് സോൾവ് ചെയ്യുന്ന ഒരു ടൈപ്പ്. രണ്ടാമത് ലെറ്റേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു ടൈപ്പ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം 60 - 10 എന്നാൽ 600. 12 ÷ 4 എന്നാൽ 16. 6 × 3 എന്നാൽ 3. 10 + 2 എന്നാൽ 5 എങ്കിൽ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ ആൻസർ എത്ര? ഇതേ ചോദ്യം LGS പോലുള്ള മറ്റ് പരീക്ഷകൾക്ക് ചോദിക്കും. പക്ഷേ ചോദിക്കുമ്പോൾ അവർ തന്നിരിക്കുന്നത് പ്ലസ് എന്നാൽ മൈനസ്, മൈനസ് എന്നാൽ ഇൻറ്റു, ഇൻറ്റു എന്നാൽ ഡിവൈഡ്, അങ്ങനെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇങ്ങനെ ചോദിക്കും. ഓക്കെ. അത് ഡിഗ്രി ലെവലായപ്പോൾ അവരതിൻ്റെ റേഞ്ച് മാറ്റി. 60 - 10 എന്നാൽ 600. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 60 10 ചെയ്യുമ്പോൾ 600 കിട്ടും. 60നെ എന്ത് ചെയ്താലാണ് 600 കിട്ടുന്നത്? 60നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്താലേ 600 കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ തന്നേക്കുന്ന ചിഹ്നം ഏതാണ്? മൈനസ് ആണ്. അപ്പോൾ നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് മൈനസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഇൻറ്റുവിന് തുല്യമാണ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഈ പാറ്റേണിലേക്ക് മാറ്റുക. നമ്മുടെ ചോദ്യത്തെ നമ്മൾ LGS ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം സോൾവ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു. മൈനസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടി? ഇൻറ്റു എന്ന് കിട്ടി. അടുത്തിട്ട് 12 ÷ 4 ചെയ്താൽ 16 കിട്ടും. 12 ÷ 4 ചെയ്താൽ 16 കിട്ടും. 12നെ 4 എന്ത് ചെയ്താലാണ് 16 കിട്ടുന്നത്? 12 4 കൂട്ടിയാലല്ലേ 16 കിട്ടുന്നത്. അപ്പോൾ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ചെയ്യുക എന്നാണ് മീനിങ്. അടുത്തിട്ട് 6 × 3 ചെയ്താൽ 3 കിട്ടും. 6 × 3 ചെയ്യുമ്പോൾ 3. 6നെ 3 കൊണ്ട് എന്ത് ചെയ്താലാണ് 3 കിട്ടുന്നത്? 6ൽ നിന്ന് 3 കുറച്ചാലല്ലേ. അപ്പോൾ ഇൻറ്റു എന്ന് പറയുമ്പോൾ അതെന്താണ്? മൈനസിന് തുല്യമാണ്. അടുത്തായിട്ട് 10 + 2 ചെയ്യുമ്പോൾ 5 കിട്ടും. കിട്ടുമോ? ഇല്ല. 10നെ ഡിവൈഡ് ബൈ 2 ചെയ്താലേ 5 കിട്ടത്തുള്ളൂ. അപ്പോൾ പ്ലസ് എന്ന് പറയുന്ന ആർക്ക് ഇക്വലൻ്റ് ആണ്? ഡിവൈഡിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. 100 - 10. മൈനസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻറ്റു ആണ്. സോ ഇൻറ്റു 10. അടുത്തായിട്ട് ഇൻറ്റു 1000. ഇൻറ്റു എന്ന് പറഞ്ഞാൽ ആരാണ്? മൈനസ് ആണ്. സോ -1000. അടുത്ത ഡിവൈഡഡ് ബൈ 1000. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. സോ +1000. അടുത്തിട്ട് +100. പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആണ്. സോ ഡിവൈഡ് ബൈ 100. ഇൻറ്റു 10. ഇൻറ്റു എന്ന് പറഞ്ഞാൽ വീണ്ടും മൈനസ് ആണ്. അപ്പോൾ -10. അപ്പോൾ ഡീകോഡ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ആദ്യം ഡിവിഷൻ ചെയ്യുക. 1000 ഡിവൈഡ് ബൈ 100 എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അടുത്തായിട്ട് 100 × 10 അത് എത്രയാവും? 1000 ആവും. സോ 1000 - 1000 + 10 - 10 എന്നാവും. 1000 - 1000 0 ആവും. 10 - 10 0 ആവും. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 0. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യത്തിൽ 2:11. അടുത്തായിട്ട് 3:-. 2 എന്ന് പറയുന്ന സംഖ്യ 2:11 3:-. 2 എന്ന് പറയുന്ന സംഖ്യ 11ഉമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ 3 എന്ന് പറയുന്ന സംഖ്യ ഏത് സംഖ്യയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ നമ്മളോട് നോക്കാനുള്ളത് 2നെ എങ്ങനെ 11 ആക്കാം. നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ലോജിക്കുകളൊക്കെ ഇട്ട് നോക്കുക. 2നെ എന്ത് ചെയ്യാം? 2 × 5 ചെയ്യാം ഇല്ലേ. അപ്പോൾ 10 കിട്ടും. അതിനോട് 1 കൂട്ടിയാൽ എത്രയാവും? 11 ആകും. അപ്പോൾ ഇവിടെ വരെ ലോജിക് ഉണ്ട്. 2 × 5 + 1. അതേ പരിപാടി എന്ത് ചെയ്യുക? ഇവിടെ ചെയ്ത് നോക്കുക. 3 × 5 + 1. 3 × 5 15. 15നോട് 1 ചേർത്താൽ എത്രയാണ്? 16 ആണ്. പക്ഷെ അങ്ങനെ ഒരു ഉത്തരം എവിടെയില്ല? ഓപ്ഷനിലില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് എന്ന് മാത്രം പറയാതെ കുറച്ച് മെത്തേഡിലൂടെ പറയുന്നതിന് റീസൺ മറ്റ് പല ചോദ്യങ്ങളിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുക, ഇതിൻ്റെത് എങ്ങനെ കിട്ടുന്നു എന്ന് പഠിക്കുക, അങ്ങനെ ആയി പോരുത്. കാരണം റീസണിങ് ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ, ആ സെയിം ക്വസ്റ്റ്യൻ വീണ്ടും പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും, അല്ലാതെ നമ്പർ ആയിരിക്കത്തില്ല റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിനി രണ്ടാമത് എന്ത് നോക്കാം?
2നെ എങ്ങനെ 11 ആക്കാം? 2ന്റെ ക്യൂബ് എത്രയാണ്? 8. 8നോട് 3 കൂട്ടിയാൽ എത്ര കിട്ടും? 11 കിട്ടും. സോ 8 + 3 എന്നാവും 11 ആവും ഇല്ലേ? 2ന്റെ ക്യൂബ് 8, 8നോട് 3 കൂട്ടിയാൽ 11. അങ്ങനെയെങ്കിൽ 3ന് അതേ പരിപാടി ചെയ്തു നോക്കാം. 3ന്റെ ക്യൂബ് എത്രയാണ്? 27. 27നോട് 3 കൂട്ടിയാൽ എത്ര കിട്ടും? 30 കിട്ടും. അപ്പോൾ ഇവിടെ ചെയ്തത് അതെവിടെ ഉണ്ട്? ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ ആണ്. അപ്പോൾ ശരി ഉത്തരം 30 ആണ്. നമുക്കിവിടെ ചെയ്ത് ഇത്രയേ ഉള്ളൂ. 2ന്റെ ക്യൂബ് എടുത്തു, അതിനോട് 3 കൂട്ടി, അപ്പോൾ 11 കിട്ടി. അങ്ങനെയെങ്കിൽ 3ന്റെ ക്യൂബ് എടുക്കുക, അതിനോട് 3 കൂട്ടുക. സോ അപ്പോൾ എത്ര കിട്ടും? 30 എന്ന് പറയുന്നത് ഉത്തരമായിട്ട് കിട്ടും. ഓക്കെ. അടുത്ത് ബ്ലഡ് റിലേഷനുമായിട്ട് അല്ലെങ്കിൽ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഈ ബ്ലഡ് റിലേഷൻ ചോദ്യങ്ങളിൽ ഈ പേര് തന്നിട്ട് വരുന്ന ചോദ്യങ്ങളും ഉണ്ട്, അല്ല ABC എന്ന് പറഞ്ഞ്, അതായത് ആളുകളുടെ പേരുകൾക്ക് പകരം ABCD അങ്ങനെ ലെറ്റർ പറഞ്ഞ് തരുന്ന ചോദ്യങ്ങളും ഉണ്ട്. ഈ പേര് പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാനൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാരക്ടറിനെ നമ്മളായിട്ട് അങ്ങ് സങ്കല്പിക്കുക. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഇപ്പോൾ മകനാണ്, അച്ഛനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ A എന്ന് പറയുന്നത് Bയുടെ അച്ഛനാണ്. അപ്പോൾ B ആയിട്ട് ഞാൻ എന്നെ സങ്കല്പിക്കുക, A എന്ന് പറയുന്നത് അച്ഛനായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചെടുത്തു കഴിഞ്ഞാൽ തമ്മിൽ കണക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. അപ്പോൾ ആബേൽ എന്ന് പറയുന്ന വ്യക്തി, അവനൊരു സഹോദരനുണ്ട് ടോം. ഇനി ഡെന്നിസിൻ്റെ മകനാണ് ആബേൽ. അപ്പോൾ ആബേൽ എന്ന് പറയുന്നത് ഡെന്നിസിൻ്റെ മകനാണ്. അപ്പോൾ ഡെന്നിസ് എന്ന് പറയുന്ന ആബേലിൻ്റെ അച്ഛനാണ്. ഇനി ഞാൻ +ഇട്ട് എന്താണെന്ന് പറഞ്ഞു തരാം. മെയിൽസിന് കാണിക്കാനായിട്ട് നമ്മൾ പോസിറ്റീവ് സൈനും ഫീമെയിൽസിനെ കാണിക്കാനായിട്ട് നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യാം. വേണം തിരിച്ച് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നയ്ക്കുന്ന കണ്ടീഷനകത്ത് മെയിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ലെറ്റർ എഴുതിയിട്ട് ഒരു + കൂടി ഇട്ട് വയ്ക്കും. ഇനി അതല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ലെറ്റർ എഴുതിയിട്ട് ഒരു - കൂടി ഇട്ട് വയ്ക്കും. ഓക്കെ. അപ്പോൾ ഡെന്നിസിൻ്റെ മകനാണ് ആബേൽ. അപ്പോൾ ആബേലിൻ്റെ അച്ഛനാണ് ഡെന്നിസ്. ഇനി ഡെന്നിസിൻ്റെ പിതാവാണ് ഡാനി. അപ്പോൾ ഡെന്നിസിൻ്റെ പിതാവാണ് ഡാനി. പിതാവാണ്. സോ വീണ്ടും +. ബന്ധത്തിൻ്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? ടോം ഡാനിയുടെ ആരാണ്? ഇവർ തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചേക്കുന്നത്. ഡാനിയുടെ മകനാണ് ഡെന്നിസ്. ഡെന്നിസിൻ്റെ മകനാണ് ആബേൽ. ഈ ആബേലിൻ്റെ സഹോദരനാണ് ടോം. ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഡെന്നിസിൻ്റെ മകൻ തന്നെയാണ് ടോം എന്നല്ലേ? അതായത് മകൻ്റെ മകൻ എന്ന് പറയുമ്പോൾ എന്താണ്? പേരക്കുട്ടി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം. 7 അംഗങ്ങളാണ് ഒരു കുടുംബത്തിൽ താമസിക്കുന്നത്. പിയുടെ മകളാണ് ക്യൂ. ഇത് കഴിഞ്ഞ തവണത്തെ ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യമാണ്. 7 അംഗങ്ങളാണ് കുടുംബത്തിൽ താമസിക്കുന്നത്. പിയുടെ മകളാണ് ക്യൂ. 6ന്റെ സഹോദരനാണ് ബി. എയുടെ അമ്മായി അമ്മയാണ് ജി. എയുമായി ബി വിവാഹിതനാണ്. ക്യൂവിൻ്റെ അമ്മാവനാണ് ബി. ഡി ആണ് ബിയുടെ പിതാവ്. ബിക്ക് പിയുമായുള്ള ബന്ധം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കിത് സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ തോന്നും. കാരണം കുറേ ലെറ്റേഴ്സ് ഉണ്ട്. 7 പേരുടെ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവർ തമ്മിൽ ഒരു ഓർഡറിലാണ് പറഞ്ഞത്. പിയുടെ മകളാണ് ക്യൂ. അടുത്ത ക്യൂവിൻ്റെ റിലേഷനാണോ തന്നിരിക്കുന്നത്? അല്ല. പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ലാതെ കുറേ ബന്ധങ്ങൾ തന്നിരിക്കുന്നു. ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് എപ്പോഴും ചോദ്യം കിടക്കുന്ന ഓർഡറിൽ എഴുതാതിരിക്കുക. ഓക്കെ. ഈ ചോദ്യത്തിൽ പിയുടെ മകളാണ് ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പിയിൽ നിന്ന് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കണക്ഷൻ കിട്ടത്തില്ല. നമ്മൾ നോക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരുണ്ട്, കൂടുതൽ റിലേഷൻ പറഞ്ഞേക്കുന്ന ആരുണ്ട്, അവരെ ബേസ് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ പിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരിടത്ത് മാത്രമേ പിയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പിയിൽ തുടങ്ങണ്ട. അടുത്ത 6 എടുത്താലും ഇവിടെ ഒരിടത്തെ 6നെ കുറിച്ച് പറഞ്ഞുള്ളൂ. അപ്പോൾ 6നെയും നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി എ എടുത്തു കഴിഞ്ഞാലോ, എയും ബിയും എടുത്തു കഴിഞ്ഞാൽ ബിയുടെ കാര്യം ഇവിടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയും ബിയും വെച്ചുള്ള ബന്ധത്തിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങേണ്ട ഇത്രയേ ഉള്ളൂ. കൂടുതൽ റിലേഷൻ ആർക്കാണോ ഉള്ളത്, അതായത് കൂടുതൽ കണക്ഷൻസ് ആർക്കാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമുക്ക് എയും ബിയും ആദ്യം എടുത്തു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എയുമായി ബി വിവാഹിതനാണ്. അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യ ഭർത്താവ് എന്ന് കാണിക്കാനായിട്ട് ഞാൻ 2 വരെ യൂസ് ചെയ്തു. ഓക്കെ. ഇനി എയുടെ അമ്മായി അമ്മയാണ് ജി. എയുടെ അമ്മായി അമ്മയാണ് ജി. അമ്മായി അമ്മ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയല്ലേ പറയുന്നത്. സോ എയുടെ ഭർത്താവ് ഓർ ഭാര്യ എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ബി വിവാഹിതനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി ആണാകാം. ഓക്കെ. നമുക്കിവിടെ എന്ത് ചെയ്യാം? ബിയുടെ അമ്മയായിട്ട് ജിയെ കൊടുക്കാം. ബിയുടെ അമ്മയാണ് ജി. സോ അത് മൈനസ് വരും. മൈനസ്. അടുത്തതായിട്ട് ക്യൂവിൻ്റെ അമ്മാവനാണ് ബി. അതവിടെ നിൽക്കട്ടെ. ഡി ആണ് ബിയുടെ പിതാവ്. ഡി ആണ് ബിയുടെ പിതാവ്. ബിയുടെ പിതാവ് അതായത് ജിയുടെ ഭർത്താവ്, അതാണ് ആര്?
ഡി. ഇനി ആറിൻ്റെ സഹോദരനാണ് ബി. ആറിൻ്റെ സഹോദരനാണ് ബി. സോ ഇത് സഹോദരനാണ്. ഇവിടെ സഹോദരനായിട്ട് ആരുണ്ട്? ആറുണ്ട്. ഭാര്യ ഭർത്താവ് കാണിക്കാനായിട്ട് 2 വരെ ഇട്ടു, സഹോദരങ്ങളെ കാണിക്കാനായിട്ട് 1 വരെ ഇട്ടു. ഓക്കെ, ഇത് ഫസ്റ്റ് ജനറേഷൻ, ഇത് അടുത്ത ജനറേഷൻ. ഇനി അടുത്ത ആരെ കണക്ട് ചെയ്യാം? പിയുടെ മകളാണ് ക്യൂ. അപ്പോൾ ഇവിടെ പി ആരെന്ന് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. ക്യൂവിൻ്റെ അമ്മാവനാണ് ബി. ക്യൂവിൻ്റെ അമ്മാവനാണ് ബി എന്ന് പറയുമ്പോൾ സഹോദരിയുടെ മകൻ അല്ലെങ്കിൽ സഹോദരിയുടെ മകൾ, അതാണ് അവർക്കാണ് നമ്മൾ അമ്മാവൻ എന്ന് പറയുന്ന മുറയിൽ വരുന്നത്. സോ ഇയാളുടെ സഹോദരനായിട്ടുള്ള ആറിൻ്റെ മകളായിരിക്കണം ആര്? ക്യൂ മകൾ. ഇനി പറഞ്ഞിട്ട് പിയുടെ മകളാണ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ക്യൂവിൻ്റെ റിലേഷനിൽ പാരന്റിൽ ആരും വരണം? പിയും വരണം. ആറിൻ്റെയും റിലേഷനിൽ ക്യൂ വരും, പിയുടെ റിലേഷനിൽ ക്യൂ വരും. സോ ഇവർ 2 പേരും ഭാര്യയും ഭർത്താവുമാണ്. ഇനി അടുത്ത് എക്ക് പി ബിക്ക് പിയുമായുള്ള ബന്ധം എന്താണ്? അതായത് പിയുടെ ആരാണ് ബി? തിരിച്ചാണ് എടുക്കേണ്ടത്. ബിക്ക് പിയുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ പിയുടെ ആരാണ് ബി എന്നാണ് നോക്കേണ്ടത്. പിയുടെ ആരാണ് ബി? ഭർത്താവ് ഓർ ഭാര്യ? ഭാര്യയുടെ സഹോദരൻ. സഹോദരൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അളിയൻ എന്ന് പറയുന്നത്. അതായത് ബ്രദർ ഇൻ ലോ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ ബ്രദർ ഇൻ ലോ, നമുക്ക് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ അളിയൻ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇവിടെ നമുക്ക് 7 പേരായും ചെക്ക് ചെയ്യാം. 1 2 3 4 5 6 7 7 പേരും ആയിട്ടുണ്ട്. എല്ലാവരും മെയിലാണോ ഫീമെയിൽ ആണോ നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണോ നിർബന്ധമില്ല. നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക? തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ബി എന്ന് പറയുന്ന ആണാണെന്ന് കിട്ടി. സോ ക്യൂ പിക്ക് ബിയുമായുള്ള ബന്ധം. ഇത് പിയുടെ ആരാണ് ബി? പിയുടെ ആരാണ്? ഭർത്താവിൻ്റെ സഹോദരൻ. സോ അളിയൻ, അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരൻ. സോ അളിയൻ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. പി ക്യൂവിൻ്റെ സഹോദരിയാണ്. ആർ എന്നത് ക്യൂവിൻ്റെ അമ്മയാണ്. എസ് എന്നത് ആറിൻ്റെ പിതാവ്. എസിൻ്റെ അമ്മയാണ് ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എസിൽ നിന്ന് തുടങ്ങാം. എസിൻ്റെ അമ്മയാണ് ടി. സോ എസിൻ്റെ മദറിൽ ആര് വരും? ടി വരും. ഇനി എസ് എന്നത് ആറിൻ്റെ പിതാവാണ്. സോ എസിൻ്റെ മകനാണ് ആര്? ആർ. ഓക്കെ, അപ്പോൾ എസ് എന്നത് ആറിൻ്റെ പിതാവ്. സോ എസ് എന്നത് ആറിൻ്റെ പിതാവായി. എസിൻ്റെ അമ്മയാണ് ടി. അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി ആറെന്നത് ക്യൂയുടെ അമ്മയാണ്. ആറെന്നത് ക്യൂവിൻ്റെ അമ്മ. സോ ഇത് മൈനസ് ആണ്. ഇവിടെ ആര് വരും? ക്യൂ വരും. ആറെന്നത് ക്യൂവിൻ്റെ അമ്മയാണ്. അടുത്ത പി ക്യൂവിൻ്റെ സഹോദരിയാണ്. പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ സഹോദരിയാണ്. എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം എന്ത്? ഇവർ തമ്മിലുള്ള ബന്ധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മകളുടെ, ഇത് രണ്ടും സഹോദരങ്ങളല്ലേ, അപ്പോൾ ഇയാളുടെ മക്കളാണ് ഇത് 2 പേരും. അപ്പോൾ മകളുടെ മകള്, അതായത് ആരായിട്ട് വരും? കൊച്ചുമകളായിട്ട് വരും. പിക്ക് എസുമായിട്ടുള്ള ബന്ധം, അതായത് എസിൻ്റെ ആരാണ്? പി. എസിൻ്റെ കൊച്ചുമകളാണ് പി. റിലേഷൻ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ആദ്യം തന്നയ്ക്കുന്ന ആൾ, രണ്ടാമത് തന്നയ്ക്കുന്ന ആൾ. ബന്ധം പറയുമ്പോൾ തിരിച്ചാണ്. എസിൻ്റെ ആരാണ് പി എന്നാണ് ഓർഡർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുടുംബ ചടങ്ങിനിടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടി പറയുന്നു, എൻ്റെ അമ്മ അവൻ്റെ അമ്മയുടെ ഏക മകളാണ്. അപ്പോൾ ഒരാൾ പറയുവാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് അവൻ്റെ അമ്മയുടെ ഏക മകളാണ്. അപ്പോൾ എൻ്റെ അമ്മ, മദർ എന്ന് പറയുന്നത് അവൻ്റെ അമ്മയുടെ മകളാണ്. അവൻ്റെ അമ്മയുടെ മകളെന്ന് പറയുമ്പോൾ അവർ തമ്മിൽ എന്തായിരിക്കും? സഹോദരങ്ങളായിരിക്കും, ഇല്ലേ? അപ്പോൾ ഇതാണ് ഈ എ എന്ന് പറയുന്ന സ്ത്രീയാണ് പറയുന്നത്. ആരെക്കുറിച്ച് പറയുന്നു? ഈ ബി എന്ന് പറയുന്ന പുരുഷനെ ചൂണ്ടിയാണ് പറയുന്നത്. എയുടെ അമ്മ എന്ന് പറയുന്നത് ബിയുടെ അമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ ഇയാൾ എന്തായിരിക്കും? മകനായിരിക്കും. അല്ലെങ്കിൽ പുരുഷനെ തന്നെ ചൂണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ വ്യക്തി എന്ന് മാത്രമായിരിക്കാം പറയുന്നത്. അപ്പോൾ റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഒരേ ഒരു മകളെന്ന് പറഞ്ഞ് വേറൊരാളുണ്ടെങ്കിൽ ഇയാൾ എന്തേ ആകത്തുള്ളൂ? മകനേ ആകത്തുള്ളൂ. കാരണം മകൾ ഒന്നല്ലേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ സ്ത്രീക്ക് പുരുഷനുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇയാളുടെ സഹോദരിയുടെ മകളാണ് ഇയാൾ, ഇല്ലേ? അങ്ങനെയെങ്കിൽ ആരായിരിക്കും? മരുമകളായിരിക്കും. നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നെഫ്യൂ അല്ലെങ്കിൽ നീസ്, മരുമകൾ മരുമകന് നെഫ്യൂ നീസ് എന്ന് പറയുന്ന ഓപ്ഷനാണുള്ളത്. ഇവിടെ ഇപ്പോൾ മരുമകൾ മുറപ്രകാരം ആരായിട്ട് വരും? ഇയാളുടെ മരുമകളായിട്ട് വരും. ഓക്കെ, അടുത്ത ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഒരു ക്ലോക്കിൻ്റെ സൂചി 4:50 ഏത് കോണിലാണ് ചരിഞ്ഞിരിക്കുന്നത്? ക്ലോക്കിലെ 2 സൂചികൾ തന്നിട്ട് കോണളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, 30h - 11/2 m. ഒരു മോഡലസ് കൂടി ഇട്ട് കൊടുക്കുക. കാരണം ചില നമ്പറുകളിൽ നമ്മൾ ഈ കണക്ക് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ സോൾവ് ചെയ്യുമ്പോൾ ഉത്തരം നെഗറ്റീവ് വരും. അപ്പോൾ നമുക്ക് ഉത്തരം എന്തായിരിക്കും? ആംഗിൾ ഒരിക്കലും എന്താവത്തില്ല, നെഗറ്റീവ് ആവത്തില്ല. സോ പോസിറ്റീവ് വാല്യൂ ആക്കാനായിട്ട് ഒരു മോഡലസ് ഇട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഓർമ്മിച്ചാൽ മതി. ഇക്വേഷൻ പഠിക്കുക, ഉത്തരം എടുക്കുക, നെഗറ്റീവ് എന്ന് പറയുന്ന ചിഹ്നം വന്നു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്യേണ്ട, പോസിറ്റീവായിട്ട് തന്നെ കിട്ടുന്നാൽ മതി.
നമുക്ക് നോക്കാം 4 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. സോ അവർ ഹാൻഡിൻ്റെ അവിടെ എത്ര എഴുതുക? 4 കൊടുക്കുക. മിനിറ്റിൻ്റെ അവിടെ എത്ര എഴുതുക? 50 എഴുതുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 30h - 11/2m. സോ 30 × 4 - 11/2 × 50. 30 × 4 4 × 3 12 120 മൈനസ് 2ഉം 50ഉം വെട്ടിക്കളയാം 25 പ്രാവശ്യം 25 × 11 275. 120 നിന്ന് 275 കുറയ്ക്കണം. ഇവിടെ എല്ലാം മോഡുലസ് ഉണ്ട്. ഓക്കെ, 120 നിന്ന് 275 കുറയ്ക്കണം. നമുക്ക് തിരിച്ചു കുറയ്ക്കാം. 275 നിന്ന് 120 കുറയ്ക്കുക. 200 നിന്ന് 100 പോയാൽ ബാക്കി 175, പിന്നെ 20 കൂടെ പോയാൽ ബാക്കി 155. ഞാൻ ഈ പറഞ്ഞ പോലെ മോഡുലസിന് നമുക്ക് എന്ത് കിട്ടും? -155 എന്ന് കിട്ടും ഇല്ലേ? ചെറുതിൽ നിന്ന് വലുത് കുറച്ചതുകൊണ്ട്. മോഡുലസ് ഉള്ളതുകൊണ്ട് ആൻസർ പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 155 ഡിഗ്രി. അപ്പോൾ ഇക്വേഷൻ ഓർമ്മിച്ചിരിക്കുക, 30h - 11/2m. അടുത്ത ചോദ്യം, 4നും 5നും ഇടയിൽ ഏത് സമയത്താണ് ഒരു ക്ലോക്കിൻ്റെ കൈകൾ ലംബ കോണിൽ ഉണ്ടാവുക? ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഈ പറഞ്ഞതുപോലെ 30h - 11/2m ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആംഗിൾ ആണല്ലേ. ആ ആംഗിൾ 90 ആണ്, ലംബ കോണാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ആംഗിൾ 90 ആണെന്ന് പറഞ്ഞ് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എടുക്കാം. പക്ഷേ അത് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്കതിന് ഷോർട്ടായിട്ട് 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ ഉത്തരം എടുക്കാം നോക്കുക. ആദ്യത്തെ സംഖ്യ എഴുതുക. തന്നിരിക്കുന്ന ആദ്യ സംഖ്യ 4. അതിനോട് ഒരു 3 കൂട്ടുക ഇൻറ്റു 60/11 ചെയ്യുക. 4 + 3 × 60/11 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലംബ കോണിലാവുന്ന സമയം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിൽ ചെറിയ സംഖ്യ എടുക്കുക, അതിനോട് 3 കൂട്ടുക ഇൻറ്റു 60/11. ഇനി 3 എവിടെ നിന്ന് വന്നു എന്നുള്ളതിൻ്റെ റീസൺ, ഇനി ഇവിടെ 3 കൂട്ടിയാലും അതുപോലെ തന്നെ 4 + 9 × 60/11 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ലംബ കോണ് കിട്ടും, ലംബമാവുന്ന സമയം കിട്ടും. ഈ 3, 9 ഒക്കെ എവിടെ നിന്ന് വന്നു നമുക്ക് നോക്കാം. ഒരു ക്ലോക്ക് എടുത്തു. ക്ലോക്കിൽ ഇവിടെ ഇരിക്കുന്ന സംഖ്യ ഏതാണ്? 3 അല്ലേ? ഇവിടെ 12. 3 മണി എന്ന് പറയുമ്പോൾ കൃത്യം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആ 3 ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഇനി അതല്ല, 9 മണി 9 മണിയാവുന്ന സമയത്തും ക്ലോക്കിലെ സൂചികൾ എങ്ങനെയായിരിക്കും? എക്സാക്റ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ആ 3ഉം 9 നമ്മൾ കണക്ക് സോൾവ് ചെയ്യുന്നത്. നമുക്ക് 3 ഇട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. നമുക്കപ്പോൾ തന്നിരിക്കുന്നതിൽ ചെറിയ സംഖ്യ എഴുതുക, 3 കൂട്ടുക 60/11, 4 + 3 7, 7 × 60 420/11. 420-നകത്ത് 11 എത്ര പ്രാവശ്യം ഉണ്ടോ നോക്കുക. 3 പ്രാവശ്യം 420/11. 3 പ്രാവശ്യം 33. മിച്ചം എത്ര കിട്ടും? 9 കിട്ടും. 0 താഴെ ഇറക്കി. 8 പ്രാവശ്യം 88, ശിഷ്ടം 2 വരും. സോ 38 2 11. 38 2/11 എവിടെയുണ്ട്? 4 കഴിഞ്ഞ് 38 2/11 മിനിറ്റ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ 3 കൂട്ടുക ഇൻറ്റു 60/11 ചെയ്യുക. അടുത്ത ചോദ്യം, 6:40 ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? കോണളവ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 30h - 11/2m ഒരു മോഡുലസ് കൂടി ഇട്ട് കൊടുക്കുക. 30 ഇൻറ്റു അവർ ഹാൻഡ് എത്രയാണ്? 6 മണി മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് എത്രയാണ്? 40. 3 × 6 18 180 മൈനസ് ഇത് വെട്ടിപ്പോവും 20 ആവും. 2 × 11 22 0. സോ 180 മൈനസ് 220. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 220 നിന്ന് 180 കുറച്ചാൽ 40. -40 വരും. മോഡുലസ് ഉള്ളത് കൊണ്ട് അത് പോസിറ്റീവായിട്ട് മാറും. സോ ആൻസർ എന്ന് പറയുന്നത് 40 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ 5 AM ശരിയായി സജ്ജീകരിച്ചിരുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ്? ഈ ചോദ്യങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല, പ്യുവർ ലോജിക്കാണ്. 5 മണിക്ക് ശരിയായി സജ്ജീകരിച്ച് വെച്ചു ഒരു വാച്ച്. ചോദ്യത്തിൽ പറയുന്നത് ഓരോ 30 മിനിറ്റിലും അതെന്ത് ചെയ്യുന്നു? 2 മിനിറ്റ് എക്സ്ട്രാ കാണിക്കുന്നു. അതായത് 2 മിനിറ്റ് ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ ശരിക്കും സമയം കണ്ടുപിടിക്കാനായിട്ട് 2 മിനിറ്റ് കുറയ്ക്കേണ്ടി വരും. അതായത് 5:30 ആകുമ്പോൾ ഇതിൽ കാണിക്കുന്ന എത്രയായിരിക്കും? 5:32 ആയിരിക്കും. ശരിക്കും സമയം കിട്ടാൻ 2 കുറയ്ക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അതേ ദിവസം 10:20 AM വാച്ചിൽ യഥാർത്ഥ സമയം എത്രയാണ്? സോ 5 മണിക്കാണ് അയാൾ സെറ്റ് ചെയ്തത്. 10:20 AM ആയി.
അപ്പോൾ 5 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞു ഇല്ലേ? 5 AM കഴിഞ്ഞ് 10 മണിയായി, 20 മിനിറ്റായി. 5 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞു. അപ്പോൾ 1 മണിക്കൂറിനകത്ത് 2 പ്രാവശ്യം അരമണിക്കൂറുണ്ട് ഇല്ലേ? 2 പ്രാവശ്യം അരമണിക്കൂർ ചേരുമ്പോഴാണ് 1 മണിക്കൂർ ആവുന്നത്. ഓരോ അരമണിക്കൂറിലും 2 മിനിറ്റ് അധികം കാണിക്കും. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിൽ എത്ര അധികം കാണിക്കും? 4 മിനിറ്റ് അധികം കാണിക്കും. അങ്ങനെയെങ്കിൽ 5 മണിക്കൂറിൽ എത്ര മിനിറ്റ് അധികം കാണിക്കും? 5 × 4 20 മിനിറ്റ് അധികം കാണിക്കും ഇല്ലേ? ഇനി രണ്ടാമതായിട്ട് 30 മിനിറ്റിൽ 2 അധികം കാണിക്കും. അങ്ങനെയെങ്കിൽ 15 മിനിറ്റിൽ എന്ത് ചെയ്യും? 1 മിനിറ്റ് അധികം കാണിക്കും അല്ലേ? പകുതി എടുത്തു, 2നെയും പകുതി എടുത്തു. അങ്ങനെയെങ്കിൽ 20 മിനിറ്റിനകത്ത് ഒരു 15 ഉണ്ടല്ലോ, സോ അവിടെയും 1 മിനിറ്റ് അധികം കാണിക്കും. പിന്നെ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ ഉണ്ട്, അത് നമുക്ക് തൽക്കാലം അങ്ങ് റൗണ്ട് ചെയ്ത് കളയാം. നോക്കി എത്രയേ ഉള്ളൂ? 30 മിനിറ്റിൽ 2 മിനിറ്റ് അധികം, അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിൽ 4 മിനിറ്റ് അധികം, അങ്ങനെയെങ്കിൽ 5 മണിക്കൂറിൽ 20 മിനിറ്റ് അധികം. അപ്പോൾ 5 മണിക്കൂറിൻ്റെ കേസ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത് 20 മിനിറ്റ് നോക്കാനായിട്ട് 30 മിനിറ്റിൽ 2 എങ്കിൽ 15 മിനിറ്റിൽ 1 മിനിറ്റ് അധികം കാണിക്കും. അപ്പോൾ 20-നകത്തുള്ള ഒരു 15-നെ മാത്രം ഞാൻ എടുത്തു, അപ്പോൾ 1 മിനിറ്റ് അധികം. അപ്പോൾ ടോട്ടലായിട്ട് 21 മിനിറ്റ് എന്ത് ചെയ്യും? അധികം കാണിക്കും. അപ്പോൾ തന്നിട്ടിരുന്ന സമയത്തിൽ നിന്ന് 21 കുറച്ച് കഴിഞ്ഞാൽ എന്തായി? ആൻസറായി. അപ്പോൾ 10:20 നിന്ന് 21 കുറയ്ക്കണം. നമുക്കപ്പോൾ ശരി ഉത്തരം വരുന്നത് എത്രയാണ്? 9:59 എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. പക്ഷേ അന്ന് തന്നിരുന്ന ഓപ്ഷനകത്ത് 10, 10, 9, 45 ഈ പറയുന്ന 4 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ശരി ഉത്തരമായിട്ട് നമുക്ക് ഏതെടുക്കാം? ഓപ്ഷൻ സി എടുക്കാം. കാരണം ഇതിനോട് ഏറ്റവും ക്ലോസറായിട്ട് വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 9:59 തന്നിരിക്കുന്ന ഉത്തരം ഇതിലില്ല എന്ന് പറഞ്ഞിട്ട് ക്ലോക്കുമായിട്ട് ഇങ്ങനെ നമ്മളെ അപ്രോക്സിമേഷൻ ഈ 20 മിനിറ്റിന് നമ്മൾ ഒന്നായിട്ട് കൗണ്ട് ചെയ്ത് ഏകദേശം ഒരു ആവറേജ് വാല്യൂ അല്ലേ? അപ്പോൾ അപ്രോക്സിമേഷൻ വരുന്ന കണക്കിൽ ചെയ്ത ഉത്തരം കൃത്യം ഉത്തരം അതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്തിട്ട് വരരുത്. അതിനോട് ഏറ്റവും ക്ലോസറായിട്ടുള്ള വാല്യൂ ഏതാണെന്ന് നോക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യം. ഒരു മാസത്തിലെ 6-ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ, 2 ദിവസം മുൻപിൽ എന്ന് പറയുമ്പോൾ വ്യാഴത്തിനേക്കാളും 2 ദിവസം മുമ്പിൽ ബുധൻ, ചൊവ്വ. സോ 6-ാം ദിവസം എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്, ചൊവ്വയാണ്. അങ്ങനെയെങ്കിൽ മാസത്തിലെ 18-ാം ദിവസം ഏതായിരിക്കും? 18-ാം ദിവസം ഏതാണ് ചോദ്യം. 6-ാം ദിവസം 18-ാം ദിവസം ആകാൻ എത്ര ദിവസം കൂടും? 12 ദിവസം കൂടും ഇല്ലേ? അപ്പോൾ എത്ര ദിവസം ഗ്യാപ്പുണ്ട്? 12 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ആ 12നെ 7 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഒരു 7, റിമൈൻഡർ 5. എനിക്ക് ഈ റിമൈൻഡർ മാത്രമേ ആവശ്യമുള്ളൂ, 5. ചൊവ്വ കഴിഞ്ഞ് 5 ദിവസം മുന്നിലേക്ക് എടുക്കുക. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. 5-ാമത്തെ ദിവസം ഏതാണ്? ഞായർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ എപ്പോഴും കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ഈ 7 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വന്നു എന്നുള്ളത്. ആഴ്ചയിലെ 7 ദിവസം. ഇതിൻ്റെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 12 എന്ത് ചെയ്യുക? 7 കൊണ്ട് ഭാഗിക്കുക. കിട്ടുന്ന സംഖ്യ എത്രയാണോ ഗ്യാപ്പായിട്ട് വരുന്നത് ആ സംഖ്യ 7 കൊണ്ട് ഭാഗിക്കുക. റിമൈൻഡർ എടുക്കുക. റിമൈൻഡറിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. റിമൈൻഡർ എടുത്ത് ആഡ് ചെയ്തെന്ന് വയ്ക്കുക. എത്ര ദിവസം കൊണ്ട് മുന്നിലേക്ക് എടുത്തെന്ന് വയ്ക്കുക. ഓക്കെ, 2025 കലണ്ടർ ഡാഷ് വർഷത്തിനും സമാനമായിരിക്കും. സമാന കലണ്ടർ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഒരു 3 കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എപ്പോഴും ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് തന്നിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഭാഗിക്കുക. ഓക്കെ, 2025 എന്ന് പറയുന്ന വർഷത്തെ 4 കൊണ്ട് ഭാഗിക്കുക. 5 4 20, അടുത്ത് 2 താഴെ ഇറക്കി 0, 5 താഴെ ഇറക്കി 6 4 24, റിമൈൻഡർ 1. ഇവിടെ നമുക്ക് എന്ത് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി? റിമൈൻഡറിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. റിമൈൻഡർ 1 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോട് 6 കൂട്ടുക. സമാന കലണ്ടർ കണ്ടുപിടിക്കാനായിട്ട് റിമൈൻഡർ 1 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോട് 6 കൂട്ടുക. റിമൈൻഡർ 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോട് 28 കൂട്ടുക. ഓക്കെ, ഇനി റിമൈൻഡർ 2 അല്ലെങ്കിൽ 3 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോട് 11 കൂട്ടുക. 3 കണ്ടീഷൻസ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 1 2 3 ഇതുവരെ റിമൈൻഡർ വരത്തുള്ളൂ. അതിനേക്കാളും വലിയ റിമൈൻഡർ ഒരിക്കലും വരില്ല. തന്നിരിക്കുന്ന നമ്മൾ ചെയ്യുമ്പോൾ കിട്ടിയ റിമൈൻഡർ 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോട് 28 കൂട്ടിയാൽ സമാന കലണ്ടർ കിട്ടും. റിമൈൻഡർ 1 ആണെങ്കിൽ 6 കൂട്ടിയാൽ സമാന കലണ്ടർ കിട്ടും. റിമൈൻഡർ 2 3 ആണെങ്കിൽ 11 കൂട്ടിയാൽ സമാന കലണ്ടർ കിട്ടും. ഇതിൽ 1-2 എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അത് നമ്മൾ ചോദ്യ പേപ്പറുകളിൽ അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ചോദ്യങ്ങളിലൊന്നും അങ്ങനെ എക്സെപ്ഷണൽ കേസ് വെച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. റിമൈൻഡർ എടുക്കുക, റിമൈൻഡറിൻ്റെ കണ്ടീഷൻ നോക്കുക. എനിക്കിപ്പോൾ കിട്ടിയ റിമൈൻഡർ 1 ആണ്. സോ 6 കൂട്ടണം. 2025 6 കൂട്ടിയാൽ എത്ര കിട്ടും? 2031 കിട്ടും. അപ്പോൾ സമാന കലണ്ടർ എപ്പോഴാണ്? 2031.
അടുത്ത ചോദ്യം, വർഷത്തിലെ ആദ്യ ദിവസം, അതിവർഷം ഒഴികെയുള്ളത് എന്ന് പറയുമ്പോൾ ലീപ്പ് ഇയറിന് അല്ലാതെ സാധാരണ നോർമൽ ഇയറിൻ്റെ കേസാണ് പറയുന്നത്. വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏത്? അപ്പോൾ ആദ്യ ദിവസം ഞായർ, അങ്ങനെയെങ്കിൽ അവസാന ദിവസം ഏത്? എപ്പോഴും ഓർത്തിരിക്കുക, ഒരു സാധാരണ വർഷമാണെങ്കിൽ തുടങ്ങുന്ന വർഷം ഏതോ അത് തന്നെയായിരിക്കും തീരുന്ന വർഷം. തിങ്കളാഴ്ചയിലാണ് വർഷം തുടങ്ങുന്നതെങ്കിൽ സാധാരണ വർഷമാണെങ്കിൽ തീരുന്നതും, അതായത് ജനുവരി 1 തിങ്കളാണെങ്കിൽ ഡിസംബർ 31 എന്ത് തന്നെയായിരിക്കും? തിങ്കൾ തന്നെയായിരിക്കും. അപ്പോൾ അതിവർഷം ഒഴികെയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യ ദിവസം ഞായറാണെങ്കിൽ അവസാന ദിവസം എന്ത് തന്നെയായിരിക്കും? ഞായർ തന്നെയായിരിക്കും. ഇനി ലീപ്പ് ഇയർ ആണെങ്കിലോ അതിവർഷമാണെങ്കിലോ ഒന്ന് കൂട്ടി എഴുതുക. തുടങ്ങുന്നത് ഞായറിലാണെങ്കിൽ തീരുന്നത് എവിടെയായിരിക്കും? തിങ്കളിലായിരിക്കും. തുടങ്ങുന്നത് ശനിയിലാണെങ്കിൽ തീരുന്നത് ഞായറിലായിരിക്കും. ഒന്ന് കൂട്ടി എഴുതുക. ഓക്കെ. അടുത്ത ചോദ്യം, ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. പറയുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യാം? നമുക്ക് വരച്ചു പോകാം. ദീപക് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഡയറക്ഷൻസ് എല്ലാവർക്കും അറിയാമല്ലോ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ. ദീപക് എന്ത് ചെയ്തു? ആദ്യം 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. അതിനുശേഷം തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടന്നു. ഇപ്പോൾ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ്, അതായത് ഈ ദൂരം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഞാൻ ഇതിനെ ഇങ്ങനെ കണ്ടത് എന്താക്കി? ഒരു റൈറ്റ് ട്രയാങ്കിളായിട്ട് മാറ്റി. ഇത്രയും 2 ഇതും എന്തായിരിക്കും? 2 ആയിരിക്കും. ഇത് 5 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 5 ആയിരിക്കും. നോക്കിയേ, ഇത് മൊത്തം 9 അതിൽ ഇത്രയും 5 അപ്പോൾ ബാക്കി എത്ര? 4. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം നോക്കാം. ഈ സൈഡ് എത്രയാണ്? 4. ഈ സൈഡ് എത്രയാണ്? 2 1 3. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന 2 ചെറിയ വശങ്ങളുടെ സ്ക്വയർ എടുത്ത് കൂട്ടുക. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 25 കിട്ടും. 25 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയറാണ്? 5ൻ്റെ സ്ക്വയറാണ്. സോ ശരി ഉത്തരം 5 കിലോമീറ്റർ. ഇവിടെ 5. ഇത് കാണാതെ ഓർത്തിരിക്കുക. ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. 3 4 5 ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ മൾട്ടിപ്പിൾസും സെയിം ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ആദ്യ സംഖ്യ 6ഉം രണ്ടാമത് 8ഉം വന്നു എന്ന് വെച്ചോ. അതായത് 3ൻ്റെ ഇരട്ടി 4ൻ്റെ ഇരട്ടി, അങ്ങനെയെങ്കിൽ അടുത്ത് എത്രയേ വരത്തുള്ളൂ? 10 വരത്തുള്ളൂ. 5ൻ്റെ ഇരട്ടി. ഇനി ഇവിടെ 9 12 വന്നു കഴിഞ്ഞാൽ ഇവിടെ 15 വരത്തുള്ളൂ. സോ 3ൻ്റെ 3 ഇരട്ടി, 4ൻ്റെ 3 ഇരട്ടി, അങ്ങനെയെങ്കിൽ 5ൻ്റെ 3 ഇരട്ടി. അപ്പോൾ ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറയും. ആ പാറ്റേൺ ഓർത്തിരിക്കുക. 3 4 വന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡ് എന്തേ ആകത്തുള്ളൂ? 5 ആകത്തുള്ളൂ. അടുത്ത ചോദ്യം, രാജുവും രാധയും ഒരേ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. സോ ഒരു പോയിന്റ് എടുത്തു, അവിടെ നിന്ന് തുടങ്ങി. രാജു 5 കിലോമീറ്റർ കിഴക്കും പിന്നീട് 6 കിലോമീറ്റർ വടക്ക് കിഴക്കും പിന്തുടർന്നു. കുറച്ച് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരല്പം ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതെവിടെ നോക്കിയേ, ഒരു പോയിന്റിൽ നിന്ന് 2 പേര് യാത്ര തുടങ്ങുവാണ്. രാജു ആദ്യം 5 കിലോമീറ്റർ കിഴക്കോട്ടേക്ക് നടന്നു. അതിനുശേഷം 6 കിലോമീറ്റർ വടക്ക് കിഴക്ക് പിന്തുടർന്നു. ഡയറക്ഷൻ നോക്കുമ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ്, ഇതാ ഈ ഡയറക്ഷനാണ്. ഓക്കെ, നോർത്ത് ഈസ്റ്റ്. ഈ സബ് ഡയറക്ഷൻസ് കൂടി ഓർത്തിരിക്കുക. ഇത് സൗത്ത് ഈസ്റ്റ്, അതായത് തെക്ക് കിഴക്ക്. ഇത് തെക്ക് പടിഞ്ഞാറ്, സൗത്ത് വെസ്റ്റ്. ഇത് നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ്. 6 കിലോമീറ്റർ വടക്ക് കിഴക്ക്, അതായത് ഈ ഡയറക്ഷനിൽ 6 കിലോമീറ്റർ. ഇവിടെ 5, ഇവിടെ 6. അതിനുശേഷം ഈ വടക്ക് കിഴക്ക് ഡയറക്ഷൻ പറയുമ്പോൾ പ്രത്യേകത, അത് കൃത്യം എത്ര ഡിഗ്രി ആയിരിക്കും? സ്ട്രെയിറ്റ് ലൈനിൽ പോവേണ്ടിയിരുന്നതിനേക്കാളും കൃത്യം 45 ഡിഗ്രിയിലേ അത് പോകത്തുള്ളൂ. അപ്പോൾ വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കായാലും ഈ പറയുന്ന സബ് ഡയറക്ഷൻസ് ഏത് പറഞ്ഞാലും എപ്പോഴും ഓർമ്മിക്കുക 45 ഡിഗ്രിയിലായിരിക്കും ബാക്കിയുള്ളത് ട്രാവൽ ചെയ്യുന്നത്. ഇനി അടുത്ത് രണ്ടാമത് രാധ എന്ത് ചെയ്തു? 4 കിലോമീറ്റർ തെക്കോട്ടേക്ക് നടന്നു. ആദ്യം 4 കിലോമീറ്റർ താഴോട്ടേക്ക് പോയി. പിന്നീട് 4 കിലോമീറ്റർ തെക്ക് കിഴക്ക് പിന്തുടർന്നു. സോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് 4 കിലോമീറ്റർ തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ഒരു 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. സോ നേരെ ട്രാവൽ ചെയ്തിരുന്നതിനേക്കാളും എത്ര ഡിഗ്രി? 45 ഡിഗ്രിയാണ് അവിടെയും ഡീവിയേറ്റ് ചെയ്യുന്നത്. ആ ഡിഗ്രി ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. 45 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ രാജുവിൻ്റെ ആദ്യം തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ട്രയാങ്കിളിനെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. അവർ പറഞ്ഞിട്ടുള്ളതല്ലാതെ ഞാൻ അഡീഷണലായിട്ട് വരച്ച വരകളാണ് വേറെ കളറിൽ മാർക്ക് ചെയ്തത്. ഇനി എൻ്റെ ചോദ്യത്തിൽ അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്
ഇവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം എത്ര? നമുക്ക് പെട്ടെന്നൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പടമാണ് ഇല്ലേ? പടം വരച്ചത് മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യം കിഴക്കോട്ടേക്ക് പോയി, അതിനുശേഷം വടക്ക് കിഴക്ക് പോയി, അവിടെ 45 ഡിഗ്രിയിലേ പോകത്തുള്ളൂ. രണ്ടാമത്തെ തെക്കോട്ടേക്ക് പോയി, അവിടുന്ന് തെക്ക് കിഴക്കേട്ടേക്ക് പോയി, അതും 45 ഡിഗ്രിയിലേ പോകത്തുള്ളൂ. ഈ 45 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ ഒരാംഗിൾ 45, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരാംഗിൾ 45 ആണെങ്കിൽ അടുത്ത ഒരാംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ വശങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വലിയ വശം √2 ആണെങ്കിൽ അടുത്ത വശങ്ങൾ 1:1 എന്നായിരിക്കും. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വലിയ വശം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെറിയ വശം കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന സംഖ്യ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇവിടെ 6, അങ്ങനെ ഇത്രയും നീളം കിട്ടാനായിട്ട് 6നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അവിടെയും നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ വരും. 6നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒരു √2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പ്രോസസ്സ് ഉണ്ട്. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഇത്രയേ ഉള്ളൂ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നു, 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഈ കണക്കിൽ വന്നു. നീളം കൂടിയ വശം നിങ്ങൾക്കറിയാം, നീളം കുറഞ്ഞ വശം കണ്ടുപിടിക്കണം. എങ്കിൽ ചെയ്യേണ്ടത് √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് മീനിങ്. ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. തന്നിരിക്കുന്ന സംഖ്യയെ പകുതി എടുക്കുക, ഒരു √2 എഴുതുക. ഓക്കെ, 6ൻ്റെ പകുതി 3, ഒരു √2 കൂടി ഇട്ടു, 3√2. ഓക്കെ, ഇവിടെ എന്ത് തന്നെയാണ്? 3√2. ഇത്രയേ ഉള്ളൂ. വലിയ വശം അറിയാമെങ്കിൽ പകുതി എടുക്കുക, √2 ഇടുക. ഇവിടെ 4, വലിയ വശം അറിയാമല്ലോ, അങ്ങനെ ഇവിടെ എത്രയായിരിക്കും? 4ൻ്റെ പകുതി 2 എഴുതുക, ഒരു √2 ഇടുക. ഇവിടെ 2 എഴുതുക, ഒരു √2 ഇടുക. സിമ്പിൾ അല്ലേ? ഇനി നോക്കിയേ, ഈ നീളമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? മറ്റൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോമിലേക്ക് യൂസ് ചെയ്യാം, അത് ഒരുപാട് വലിയ രീതിയാണ്. വേണ്ട, നമുക്ക് ഇത്രയും മതി. ഇവിടെ വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇനി നോക്കിയേ, ഈ മൊത്തം നീളവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൈതഗോറസ് തിയറം ഈ നീളം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഇല്ലേ? ഇതാ ഈ നീളമെന്ന് പറയുന്നതും ഈ നീളമെന്ന് പറയുന്നതും തുല്യമാണ് ഇല്ലേ? അപ്പോൾ ഈ നീളം എത്രയാണ്? 5 + 3√2, 5 + 3√2. അപ്പോൾ ഈ നീളം എന്ത് തന്നെയാണ്? 5 + 3√2 ആണ്. അതായത് 2√2 ഇവിടെ ഉണ്ട്. ഇനി എത്ര കൂടി വരണം? ഒരു 5ഉം 3√2 എനിക്ക് വേണ്ടത്. 2√2 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി എത്ര വരും? 5 + √2 വരും ഇല്ലേ? ഒരു √2ൻ്റെ കുറവുണ്ട്. ഇവിടെ 3√2, ഇവിടെ 5, മൊത്തം 5 + 3√2, 5ഉം ഒരു 3√2. ആ 3√2-ൽ ഇവിടെ ഒരു 2√2 ഉണ്ട്. അപ്പോൾ ബാക്കി ഒരു √2ഉം പിന്നെ ഉള്ള ഒരു 5ഉം ഇവിടെ വരും. ഓക്കെ അല്ലേ? ഇത് നോക്കിയേ, ഈ നീളം നോക്കാം. ഇവിടെ ഇത്രയും നീളം എത്രയാണ്? 4ഉം പിന്നെ ഒരു 2√2. സോ ഇത്രയും നീളം എന്ന് പറയുന്നതും 4 + 2√2 ആണ്. അങ്ങനെയെങ്കിൽ ഈ മൊത്തം നീളം എത്രയായിരിക്കും? ഒരു 2√2ഉം പിന്നെ ഒരു 3√2. അപ്പോൾ മൊത്തം 5√2. സോ 4 + 5√2. അപ്പോൾ ഇവിടുത്തെ നീളം കിട്ടി 5 + √2, ഇവിടുത്തെ നീളം കിട്ടി 4 + 5√2. അങ്ങനെയെങ്കിൽ ഹൈപ്പോട്ടനസ് എത്ര? ഓക്കെ, പൈതഗോറസ് തിയറത്തിൽ കൂടി നമുക്ക് സോൾവ് ചെയ്യാം. ബേസ് സ്ക്വയറും ആൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ കിട്ടും. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസിൻ്റെ സ്ക്വയർ 5 + √2ൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എത്രയാണ്? 4 + 5√2ൻ്റെ സ്ക്വയർ. അപ്പോൾ ബേസ് സ്ക്വയർ 5 + √2ൻ്റെ സ്ക്വയറും അതുപോലെ 4 + 5√2ൻ്റെ സ്ക്വയറും. ഈ ക്വസ്റ്റ്യൻ ആ ചെയ്ത പാറ്റേൺ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇവിടെ 5 + √2² ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് a + b². എന്ത് ചെയ്യുക? ആദ്യം എയുടെ സ്ക്വയർ എഴുതുക, പ്ലസ് എയും ബിയും ഒരു 2ഉം കൂടെ എഴുതുക, 2ab പ്ലസ് പിന്നെ b². അപ്പോൾ എയുടെ സ്ക്വയർ എഴുതുക, ബിയുടെ സ്ക്വയർ എഴുതുക, ഒരു 2ab എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് 2 × 5 × √2, 2 × 10, 10 × √2, 10√2 പ്ലസ് അടുത്ത √2ൻ്റെ സ്ക്വയർ 2 പ്ലസ് അടുത്തിവിടെ 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 2 × 4 × 5, 2 × 4 8, 8 × 5 40, 40√2 പ്ലസ് ഞാനിവിടെ കുറച്ച് കാൽക്കുലേഷൻസ് അല്പം സ്പീഡിൽ പോവുകയാണ്. 5√2ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25, √2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2. സോ 25 × 2 എത്രയാവും? 50 ആവും. ശ്രദ്ധിച്ച് ചെയ്യുക, ഇവിടെ 5√2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 5ൻ്റെയും സ്ക്വയർ എടുക്കണം, √2ൻ്റെയും സ്ക്വയർ എടുക്കണം. എന്നിട്ട് അവരെ തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഉത്തരമാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് എല്ലാവരും ആഡ് ചെയ്യാം. 50ഉം 25ഉം
75, 75 10 85, 91, 93. ഓക്കെ, അപ്പോൾ നമ്പറുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ 93 പ്ലസ് 10√2 40√2 50√2. നമ്പറുകളെല്ലാം സെപ്പറേറ്റ് ആഡ് ചെയ്തു, √2 എല്ലാം ആഡ് ചെയ്തു. ഇനി √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.4 ആണ് √2 എന്ന് പറയുന്ന വാല്യൂ. ഇപ്പോൾ ഇവിടെ 93 പ്ലസ് 50 ഇൻറ്റു 1.4. 50 ഇൻറ്റു 1.4 എത്രയാണ്? 5 ഇൻറ്റു 14 ചെയ്താൽ മതി. അല്ലെങ്കിൽ 10ൻ്റെ ഒരു പൂജ്യവും ഈ പോയിൻറ്റും കളയാം ഇല്ലേ? അപ്പോൾ 5 ഇൻറ്റു 14 എന്നായി. 5 ഇൻറ്റു 14 എത്രയാണ്? 70. സോ 93 പ്ലസ് 70 എത്ര കിട്ടും? 70 163 എന്ന് കിട്ടും. നമുക്ക് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ ആണ് 163. അങ്ങനെയെങ്കിൽ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് √163 ആയിരിക്കും. നമുക്ക് √163ൻ്റെ വാല്യൂ അറിയത്തില്ല. നമ്മൾ നോക്കാനുള്ള ഇത്രയേ ഉള്ളൂ. തന്നേക്കുന്ന എല്ലാം ഡെസിമൽ വാല്യൂസ് ആണ്. അപ്രോക്സിമേഷൻ എടുക്കുക. അതായത് 12ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്രയാണ്? 144 ആണ്. 13ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 169 ആണ്. 144നും 169നും ഇടയിലാണ് ആര് വരുന്നത്? 163 വരുന്നത്. സോ 12നും 13നും ഇടയിലായിരിക്കും എൻ്റെ ഉത്തരം വരുന്നത്. അങ്ങനെയുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ചെയ്യാതെ വന്നൊരു ചോദ്യമായിരുന്നു. ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യുക? തന്നേക്കുന്ന പാറ്റേൺ നന്നായിട്ടൊന്ന് വരയ്ക്കുക. അതിനകത്ത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ വരത്തുള്ളൂ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുക. അതിനുശേഷം പൈതഗോറസ് തിയറം കൂടി സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് എല്ലാവരെയും ചെയ്ത് ഉത്തരം എടുക്കാം എന്ന് പറഞ്ഞിരിക്കരുത്. ലാസ്റ്റ് കിട്ടുന്നതിന് അപ്രോക്സിമേഷൻ നോക്കിയാൽ മതി. 12ൻ്റെ സ്ക്വയറും 13ൻ്റെ സ്ക്വയറിനും ഇടയിലാണ് ആര് വരുന്നത്? 163 വരുന്നത് എന്നുള്ള ലോജിക്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറേക്ക് പോയി. അപ്പോൾ അർജുൻ പടിഞ്ഞാറേക്ക് 25 കിലോമീറ്റർ പോയി. പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു. അതിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇടത്തേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ താഴോട്ടായിരിക്കും പോകുന്നത് 15 കിലോമീറ്റർ. ഓക്കെ, താഴോട്ടേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ. നമുക്ക് ഡയറക്ഷൻ അറിയാമല്ലോ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് 40, ഒടുവിൽ വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു. ഇപ്പോൾ അവൻ എന്ത് ചെയ്യുവാണ്? അങ്ങോട്ട് സഞ്ചരിക്കുവാണ്. അപ്പോൾ അവൻ ഈ ഡയറക്ഷനാണ്, ഇങ്ങനത്തെ ഡയറക്ഷനാണ്. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ മുകളിലേക്ക് പോകും, 15 പോകും. ആദ്യം നിന്നിടത്തുനിന്ന് എന്ത് ചെയ്തു? പടിഞ്ഞാറോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു, ഇടത്തോട്ട് തിരിഞ്ഞു. അടുത്ത് അവിടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു, അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. ഇപ്പോൾ എൻ്റെ ചോദ്യം, അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരമാണ്? ഇവിടെയാണ് വീടിരിക്കുന്നത്, ഇവിടെയാണ് അവൻ നിൽക്കുന്നത്. തമ്മിലുള്ള അകലം എത്ര? ഇവിടെ 15 ഇവിടെയും 15. സോ ഇവർ രണ്ടുപേരും ഒരേ നിരപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ട്രയാങ്കിൾ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയും 15, ഇവിടെയും 15. ഇത് മൊത്തം 40. അങ്ങനെയെങ്കിൽ ഇത് മൊത്തം എത്രയായിരിക്കും? 40 ആയിരിക്കും. അതിൽ 25 ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര വരണം? 15 വരണം. 25നോട് 15 ചേർത്താലല്ലേ 40. സോ ഓപ്ഷൻ ബി 15 എന്ത്? ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. MNO എന്നത് ഒരു നഗരത്തിലെ 3 പട്ടണങ്ങളാണ്. എമ്മിൽ നിന്ന്, എന്നിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, എമ്മിൽ നിന്ന് കിഴക്ക് 20 കിലോമീറ്റർ. സോ ഇവിടെ എം എന്ന് പറയുന്ന പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് കിഴക്ക് 20 കിലോമീറ്റർ മാറിയാണ് എൻ ഇരിക്കുന്നത്. അതുപോലെ ഓയിന് തെക്ക് 15 കിലോമീറ്റർ, ഓയ്ക്ക് തെക്ക്, ഓയ്ക്ക് താഴെ 15 കിലോമീറ്റർ താഴെയാണ് എൻ. അപ്പോൾ എന്നിന് 15 കിലോമീറ്റർ മുകളിലാണ് ആര്? ഓ ഇരിക്കുന്നത്. ആണെങ്കിൽ എന്നിന് മോക്കും ഇടയിലുള്ള ദൂരം എത്ര? എന്നിന് മോക്കും ഇടയിലുള്ള ദൂരം എത്രയാണ്? 15 കിലോമീറ്റർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. 6 പേര് ഒരു നിരയിൽ ഇരിക്കുന്നു. 6 പേര്. ഇതുപോലെ നമ്മൾ നേരത്തെ ഒരു ബന്ധം പറഞ്ഞ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ഷനുള്ള ആളെ നോക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും തന്നയ്ക്കുന്ന ഓർഡർ എടുക്കാനായിട്ട് നിൽക്കാതെ നമുക്ക് ചെയ്യാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരാളെ ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് 1ാമത്തെ ആളെന്നോ 2ാമത്തെ ആളെന്നോ ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാളിൽ നിന്ന് തുടങ്ങുക. വൈ ആണ് എക്സിനും ആറിനും ഇടയിലിരിക്കുന്നത്. ഓക്കെ, അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ. എക്സ് ആണ് ഇസഡിനടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നമുക്കറിയത്തില്ല. ഇനി അങ്ങേയറ്റത്ത് ഇടതുവശം ഇരിക്കുന്ന പിയുടെ അടുത്ത്, അതായത് ഇടതുവശത്ത് അറ്റത്ത് ആരാണ് ഇരിക്കുന്നത്? പി ആണ് ഇരിക്കുന്നത്. സോ ഒരറ്റത്ത് ആരെ ഇരുത്തി? പിയെ ഇരുത്തി. പിയുടെ അടുത്ത് ആരിയിരിക്കുന്നു എന്ന് പറഞ്ഞ്? ഇസഡ് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സോ പിയുടെ അടുത്ത് ഇസഡ്, അറ്റത്താണ് പി. സോ 1 2 3 4 5 6 ഇങ്ങനെയായിരിക്കും 6 പേരുടെ പൊസിഷൻ. അറ്റത്ത് പി ഇരുന്നു, പിയുടെ തൊട്ടടുത്ത് ആര് വന്നു? ഇസഡ് വന്നു. ഇതാ നമുക്ക് വേറെ ആരെ പറഞ്ഞുകൊണ്ട് ഇസഡുമായിട്ട് ബന്ധപ്പെടുത്തി ഇടതുവശത്തിരിക്കുന്ന പിയുടെ അടുത്ത് ഇസഡ് ഇരിക്കുന്നു എഴുതി. എക്സ് ആണ് ഇസഡിന് അടുത്തിരിക്കുന്നത്. ഇസഡിന് അടുത്തിരിക്കുന്നത് ആരാണ്? എക്സ് ആണ്. സോ ഇവിടെ എക്സ് വന്നു. ഇനി വൈ ആണ് എക്സിനും ആറിനും ഇടയിലിരിക്കുന്നത്. എക്സിനും ആറിനും ഇടയിൽ ഇവിടെ 6 വന്നു കഴിഞ്ഞാൽ ഇവിടെ ആര് വരും? വൈ വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ആരാണ്? ക്യൂ. നമുക്കിവിടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്യൂ ആറിന് അടുത്തിരിക്കുന്നു.
നമുക്ക് വരച്ചപ്പോഴും ക്യു ആറിന് അടുത്ത് കിട്ടി. എൻ്റെ ചോദ്യം എക്സിനോട് ചേർന്നിരിക്കുന്നത് ആരൊക്കെയാണ്? എക്സിൻ്റെ അടുത്ത് ആരൊക്കെയാണ്? ഇസഡും ഉണ്ട്, വൈയും ഉണ്ട്. സോ ഓപ്ഷൻ എ ഇസഡും വൈയും. ഓക്കെ, റിലേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് തുടക്കത്തിൽ നിന്ന് എടുക്കാൻ നിൽക്കരുത്, ആരെങ്കിലും ഒരാളെ ഫിക്സ് ചെയ്യുക, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, 4 സുഹൃത്തുക്കൾ ഒരു പ്ലം കേക്ക് പങ്കിടുകയായിരുന്നു. ഏറ്റവും പ്രായമുള്ള സുഹൃത്തിന് ഒരു തുണ്ട് കേക്ക് അധികമായി ലഭിക്കുമെന്ന് അവർ തീരുമാനിച്ചു. ഇപ്പോൾ 4 പേരുടെ കാര്യം നമ്മൾ ഏറ്റവും പ്രായം കൂടിയതാരെന്നാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അധിക കേക്ക് ആർക്കാണ് ലഭിക്കേണ്ടത്? പ്രായം കൂടിയാലിന് അധിക കേക്ക് ലഭിക്കുന്നതെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രായം കൂടിയതാരെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. അപ്പോൾ രാജിനേക്കാളും 2 മാസം മൂത്താണ് റാം. അപ്പോൾ ഇവിടെ രാജ് എഴുതി കഴിഞ്ഞാൽ അതിനേക്കാൾ 2 മാസം മൂത്തായിരിക്കും ആര്? റാം. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 2 മാസം. ഇനി റാമിൻ്റെ കാര്യമാണ് രണ്ടും പറയുന്നത്. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്, അതുപോലെ ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. ജയ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇതിനേക്കാൾ 3 മാസം ഇളയതാണ് റാം. ഇനി രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. രാജിനേക്കാളും 1 മാസം മൂത്ത, 2 മാസം മൂത്തയാണ് റാം. അപ്പോൾ 1 മാസം മൂത്തയാൾ ഇതിൻ്റെ ഇടയിലേ വരത്തുള്ളൂ സാം. അപ്പോൾ ജയ്, റാം, സാം, രാജ്, ഇതാണ് ഓർഡർ. അത് ലഭിക്കേണ്ടത് ആർക്കാണ്? ജയിന്. ഏറ്റവും മൂത്തയാൾ ആരായിരുന്നു? ജയ് ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി 2 അറ്റത്ത് നിന്നും 17ാം സ്ഥാനത്താണ്. പൊസിഷൻ ചോദ്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. 8 പേരൊരു ലൈനിൽ നിൽക്കുന്നു എന്ന് കരുതുക. ഓക്കെ, മുന്നിൽ നിന്ന് ഇയാൾ എത്രാമതാണ്? 1, 2, 3, 4, 5-മതാണ്. മുന്നിൽ നിന്ന് 5-മത്. പിന്നിൽ നിന്ന് എത്രാമതാണ്? 4-മതാണ് അല്ലേ? പക്ഷേ 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടത്തുള്ളൂ? 9 കിട്ടും. ഇവിടെ ആകെ എത്ര പേരേ ഉള്ളൂ? 8 പേരേ ഉള്ളൂ. അതിന് റീസൺ, ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഇയാൾ വരെ എണ്ണി, പിന്നിൽ നിന്നും വീണ്ടും ഞാൻ ഇയാളെ കൗണ്ട് ചെയ്തു. അപ്പോൾ ഒരാളെ എന്ത് ചെയ്തു? 2 തവണ കൗണ്ട് ചെയ്തു. പറഞ്ഞ മീനിങ് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന വ്യക്തിയെ നമ്മൾ എപ്പോഴും എത്ര തവണ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? 2 തവണ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ ആളിനെ കണ്ടുപിടിക്കാനായിട്ട് ആ 2 തവണ കൗണ്ട് ചെയ്തതിൽ നിന്ന് 1 തവണയും കുറച്ചാൽ മതി. അതായത് 1നെ കുറച്ചാൽ മതി. അത് 5 + 4 ചെയ്ത് അതിൽ നിന്ന് 1 കുറച്ചാൽ എനിക്ക് 8 എന്ന് കിട്ടും ഇല്ലേ? ആ 8 പേരാണ് ആ വരിയിലുള്ളത്. ഇത്രയേ ഉള്ളൂ. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി 2 അറ്റത്ത് നിന്നും 17ാം സ്ഥാനത്താണ്. അപ്പം മുന്നിൽ നിന്നും 17-മതാണ്, പിന്നിൽ നിന്നും 17-മതാണ്. സോ 17ഉം 17ഉം 34 എന്ന് കിട്ടും. ഈ 34 എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഓപ്ഷനിലും ഉണ്ട്. എഴുതരുത്, ശ്രദ്ധിക്കുക. ആ പെൺകുട്ടിയെ ഞാൻ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 2 തവണ കൗണ്ട് ചെയ്തു. അതിൽ 1 തവണ കൗണ്ട് ചെയ്തതിനെ എന്ത് ചെയ്യുക? മാറ്റുക. സോ 33. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. ഓക്കെ, കൗണ്ടിങ് വരുമ്പോൾ ഒരാളെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരും. അതങ്ങ് മാറ്റിയാൽ മതി, 1 കുറച്ചാൽ മതി, വേറൊന്നുമില്ല അതിനകത്ത്. താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കണമെങ്കിൽ അക്കങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ 9 9ൻ്റെ മൾട്ടിപ്പിളോ കിട്ടണം. അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, 1ഉം 4ഉം 7ഉം 5ഉം കൂടെ കൂട്ടാം. 1 + 4 + 7 + 5. 7 5 12 4 16 1 15. 15 എന്ന് പറയുന്നത് എന്തല്ല? 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഒന്നാമത്തെ ഉത്തരം അല്ല. അടുത്തായിട്ട് 3 + 4 + 7 + 1. 7 3 10 4 11 1 15. എഗെയിൻ 15. 15 9ൻ്റെ ടേബിളിലല്ല, അപ്പോൾ അതുമല്ല. 5 + 4 + 1 + 8. 5 4 9 1 8 9. 9 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 18. അപ്പോൾ അക്കങ്ങളെ കൂട്ടിയാൽ 18 9ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ ഉത്തരം ഏതാണ്? 5418. ഒരു സംഖ്യ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കണമെങ്കിൽ അക്കങ്ങളുടെ തുക എന്തായിരിക്കണം? 9ൻ്റെ ഗുണിതമായിരിക്കണം. ഇനി ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കണമെങ്കിൽ അക്കങ്ങളുടെ തുക എന്തായിരിക്കണം? 3ൻ്റെ ഗുണിതമായിരിക്കണം. 9നും 3നും മാത്രമേ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളൂ. 9ൻ്റെ ടേബിളിൽ അക്കങ്ങളുടെ തുക 9ൻ്റെ ടേബിളിൽ ഉണ്ടെങ്കിൽ 9 കൊണ്ട് ഭാഗിക്കാം. അക്കങ്ങളുടെ തുക 3ൻ്റെ ടേബിളിൽ ഉണ്ടെങ്കിൽ 3 കൊണ്ട് ഭാഗിക്കാം. നമ്മൾ അവസാന ചോദ്യത്തിലേക്ക് പോവാം. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% പേർ തോറ്റാൽ 2 വിഷയങ്ങളിലും ജയിച്ചവരുടെ ശതമാനം എത്ര? നമ്മളൊരു ഡയഗ്രാം വരച്ച് ചെയ്യാം. ഓക്കെ, വേറെ ഒന്നുമില്ല, ജസ്റ്റ് 2 റൗണ്ട് വരച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഇംഗ്ലീഷും പറഞ്ഞിട്ടുണ്ട്, മാത്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിനൊരു റൗണ്ട്, മാത്സിനൊരു റൗണ്ട്. ഇനി നമുക്കിത് എങ്ങനെ വരയ്ക്കണം? 2 കൂടി കമ്പൈൻ ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? 2 വിഷയങ്ങളിലും 15% തോറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്ത് വരയ്ക്കുക. ഇത് ഇംഗ്ലീഷ്, ഇത് മാത്സ്. 2നും കൂടി കമ്പൈൻ ചെയ്ത് എത്ര പേരുണ്ട്? 15 പേര് തോറ്റവരുണ്ട്. ഇനി 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിന് തോറ്റു. ഇംഗ്ലീഷിന് മൊത്തം തോറ്റത് 40%. അതിൽ 15% ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി എത്ര വരും? 25 വരും അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിന് മാത്രം തോറ്റവർ 25, ഇംഗ്ലീഷിന് മൊത്തത്തിൽ തോറ്റവർ 40.
അടുത്തായിട്ട് 53% പേര് മാത്സിന് തോറ്റു. അതിൽ 15 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 53-ൽ നിന്ന് 15 മാറ്റിയാൽ എത്ര കിട്ടും? 38 അല്ലേ? 38, 48, 50, 51. ഓക്കെ, 38 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ വിജയിച്ചവരുടെ ശതമാനം എത്ര? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇംഗ്ലീഷിന് മാത്രം തോറ്റത് 25, മാത്സിന് മാത്രം തോറ്റത് 38, രണ്ടിനും കൂടി തോറ്റത് 18. അങ്ങനെ ആകെ എത്രയായി? 20, 30, 50, 60, 70, 78% ആൾക്കാരുടെ കാര്യം ഇവിടെ ആയി. ഓക്കെ, ഇനി രണ്ടിനും ജയിച്ചതെന്ന് പറയുമ്പോൾ ഇതിലൊന്നും പെടാതെ മാറിയിരിക്കുന്ന ആൾക്കാർ ആകെ എപ്പോഴും എത്ര ശതമാനമായിരിക്കും? 100%. സോ 100-ൽ നിന്ന് എന്ത് ചെയ്യുക? ആ 78-നെ കുറയ്ക്കുക. 22%. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ഓരോ കോളമായിട്ട് വരയ്ക്കുക. അടുത്ത് ഈ കമ്പൈൻ ചെയ്ത് വരുന്നത് എപ്പോഴും ഇതും കൂടെ ഇൻക്ലൂഡ് ആയിരിക്കും. സോ 40 എന്ന് പറയുന്നതിനകത്ത് 15 പേര് മാത്സിന് തോറ്റവരും ഉണ്ട്. അപ്പോൾ 40-ൽ നിന്ന് 15 ഇവിടെ എഴുതി, ബാക്കിയുള്ളത് ഇവിടെ എഴുതാം. മാത്സിൽ നിന്ന് 15 ഇവിടെ എഴുതി, ബാക്കിയുള്ളത് ഇവിടെ എഴുതാം. ഇത് മൊത്തം ഒരു വിഷയത്തിനെങ്കിലും തോറ്റ ആൾക്കാരാണ്. ഇത് ഇംഗ്ലീഷിന് മാത്രം തോറ്റവർ, ഇത് മാത്സിന് മാത്രം തോറ്റവർ, ഇത് രണ്ടിനും തോറ്റവർ. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് തോറ്റ ആൾക്കാരുടെ കണക്കാണ് കിട്ടിയത്. ഒന്നിനും തോക്കാത്തവരെന്ന് പറയുമ്പോൾ ഇത്രയും പേര് ഒഴികെ ബാക്കിയുള്ളവർ, അത് 100% നിന്ന് കുറയ്ക്കുക. എല്ലാം ശതമാനത്തിലല്ലേ എന്നിരുന്നത്? എല്ലാ ശതമാനത്തിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റീസണിങ്. മാത്സിൻ്റെ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് 10 മാർക്കിന് ചോദ്യങ്ങൾ വരും. അപ്പോൾ മെൻ്റൽ എബിലിറ്റി മേഖലയിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇതിനകത്ത് കുറേ ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം റേഞ്ചുള്ള ചോദ്യങ്ങളായിരുന്നു. വർഷങ്ങൾ കഴിയുന്തോറും PSCയുടെ ക്വസ്റ്റ്യൻസ് ഒരല്പം കടുപ്പിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തീരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ, LGS ലെവൽ ചോദ്യങ്ങൾ തന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മൾ കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എഴുതുന്ന എക്സാമിന് എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നന്നായിട്ടിരുന്ന് പഠിക്കുക. ഈ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അരിത്തമെറ്റിക് പോലെയല്ല, നമ്മളിത് കുറച്ച് ചോദ്യങ്ങൾ ചെയ്താലും മതി. പക്ഷെ ചെയ്യുന്ന സമയത്ത് ആ പാറ്റേൺ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, കഴിവതും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് ആൻസർ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വയമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. മാക്സിമം നമ്മുടെ കുറേ ലോജിക്കുകൾ അപ്ലൈ ചെയ്ത് നോക്കുക. അതിലേതെങ്കിലുമൊക്കെ ശരിയാവും, ഏതെങ്കിലുമൊക്കെ തെറ്റാവും. അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എങ്ങനെ ചോദ്യം ചോദിച്ചാലും ഉത്തരം ചെയ്യാമെന്നുള്ളൊരു ലെവലിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. മറ്റൊരു ക്ലാസ്സിൽ നമുക്കിനി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.